കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തുറന്ന ദിവസന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 85ാമത്തെ സെഷനിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഉത്സാഹത്തോടെ ഈ സെഷനിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കുമായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ബുക്ക് ഓഫ് ആക്ട്സ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ വിശേഷാല് 10ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ ദൈവം കൃപ തന്നു. ഇന്ന് തുടർന്ന് 30 മുതൽ 48 വരെയുള്ള ഭാഗങ്ങൾ ചിന്തിക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഇന്ന് 10ാമത്തെ അധ്യായം നമ്മൾ കവർ ചെയ്യും. അടുത്ത ആഴ്ച മുതൽ 11ാമത്തെ അധ്യായത്തിലേക്കും ക്രിസ്ത്യാനിറ്റി എങ്ങനെ ആരംഭിച്ചു എന്നുള്ള വിഷയത്തെക്കുറിച്ചൊക്കെ കൂടുതൽ വെളിച്ചം വീശുന്ന അധ്യായങ്ങളിലേക്ക് നാം കടക്കുവാനായിട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ 30 മുതലുള്ള 48 വരെയുള്ള ഭാഗങ്ങൾ ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നു. അതിൽ 34 മുതൽ 44 വരെ നോക്കിക്കഴിഞ്ഞാൽ പത്രോസ് അപ്പോസ്തലന്റെ പ്രസംഗമാണ്. അതായത് ആദ്യമായിട്ട് നമ്മൾ പഠിച്ചത് കൊർന്നല്യോസിന്റെ ദർശനം, അതിനുശേഷം പത്രോസ് അപ്പോസ്തലന് ലഭിച്ച ദൈവിക ദർശനം, അതിനുശേഷം പത്രോസ് അപ്പോസ്തലൻ ഈ കൊർന്നല്യോസിന്റെ ഭവനം സന്ദർശിക്കുന്ന ഭാഗം, അതുവരെയാണ് നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. ഇന്ന് പത്രോസ് അപ്പോസ്തലൻ ആ ഭവനത്തിൽ പ്രസംഗിക്കുന്ന പ്രസംഗം, പത്രോസിന്റെ പ്രസംഗം, അതിനുശേഷം ജാതികൾ, അതായത് അവിടെ കൂടി വന്നിരിക്കുന്ന ജാതീയ ജനങ്ങൾ, അവർ പരിശുദ്ധ ആത്മാവിലും ജലത്തിലും സ്നാനമേൽക്കുന്ന ഭാഗം. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇന്നും ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് അതിലേക്ക് വരാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ ഈ പഠിച്ചു പോകുന്ന ഭാഗങ്ങളെ ശരിക്കും അരക്കിട്ട് ഉറപ്പിക്കുന്നത് പോലെ നമുക്ക് ആ ഒരു വിഷയത്തിൽ ഉറപ്പും ധൈര്യവും തരുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ കവർ ചെയ്ത് പോകുന്നത്. കാര്യം ആ ഒരു വിഷയങ്ങളിലൊക്കെ ഡൗട്ട് നമുക്ക് കിടന്നു കഴിഞ്ഞാൽ അതിനെ ശരിക്കും പഴുതടച്ച് നമ്മൾ ആ കാര്യങ്ങളെ പഠിച്ചു പോകണം. എന്നാലേ നമുക്ക് നല്ല ഉറപ്പും ആ വിഷയത്തിൽ ശരിക്കും ധൈര്യവും ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഉത്സാഹത്തോടെ നിങ്ങൾ എന്നോട് ഒപ്പമായിരിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ചോദ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നത് സ്വർഗരാജ്യം എന്നൊരു വിഷയമാണ്. അതായത് ദൈവരാജ്യമെന്നും സ്വർഗരാജ്യമെന്നും ഒക്കെ ബൈബിളിൽ പറയുന്നത് ഒരു ആത്മീക രാജ്യമാണ്. അതിനെ ഈ ലോകത്തിലെ ഒരു അക്ഷരീക രാജ്യമായിട്ടോ ഐഹിക രാജ്യമായിട്ടോ പഠിപ്പിക്കാൻ പാടില്ല. കാര്യം അതൊരു അക്ഷരീക രാജ്യമല്ല. എന്നാൽ ദ ഗേറ്റ് മിനിസ്ട്രീസ് പഠിപ്പിക്കുന്നത് അതൊരു അക്ഷരീക രാജ്യമാണ്, അതൊരു ഐഹിക രാജ്യമാണ്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്ന് പറയുന്നത്, അതിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യണം. അത് ആത്മീകമാണോ അക്ഷരീകമാണോ? പ്ലീസ് എക്സ്പ്ലെയിൻ. ഇതായിരുന്നു ചോദ്യം. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഇന്ന് ഒത്തിരി പേർക്ക് ഇതിനെക്കുറിച്ച് ഒരു ക്ലിയർ ഐഡിയ ഇല്ലാത്ത ഒരു ചോദ്യമാണ്. നാം എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇതൊരു ആത്മീക രാജ്യമാണ്, സ്പിരിച്വൽ കിങ്ഡമാണ്. അല്ലാതെ ഇതിന് ഒരു ലിറ്ററൽ കിങ്ഡവുമായിട്ട് ഒരു ബന്ധമില്ല. ഒരു അക്ഷരീക രാജ്യമോ ഐഹിക രാജ്യമോ ഇതല്ല എന്നൊരു വിശ്വാസത്തിലാണ് നാം ആയിരിക്കുന്നത്. അതിനെ ഞാൻ ഒരല്പം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും അതിനെ നിങ്ങൾക്കുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഈ വിഷയത്തിൽ ഒന്ന് ക്ലിയർ ചെയ്യുവാനും കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഗേറ്റ് മിനിസ്ട്രീസ് ഇതിനെ ഒരു അക്ഷരീക രാജ്യമായി അല്ലെങ്കിൽ ഐഹിക രാജ്യമായി പഠിപ്പിക്കുന്നു, അടിയുറച്ച് വിശ്വസിക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിൾ അതിനെ നിസ്തർക്കം അസന്നിഗ്ധമായി അങ്ങനെ പഠിപ്പിക്കുന്നു. ഓൾഡ് ടെസ്റ്റ്മെന്റ് പഠിപ്പിക്കുന്നത് അതൊരു ലിറ്ററൽ, ഒരു ഫിസിക്കൽ, ഒരു വിസിബിൾ നേച്ചർ ഓഫ് കിങ്ഡം ആണെന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഓൾഡ് ടെസ്റ്റ്മെന്റ് മുതൽ പറഞ്ഞു വരുന്ന സ്വർഗരാജ്യം അല്ലെങ്കിൽ ആ ദൈവരാജ്യം എന്ന ആ ഒരു കിങ്ഡം അത് ഒരു അക്ഷരീക രാജ്യമാണെന്ന് നമ്മൾ പഠിപ്പിക്കുന്നു. അത് നമുക്ക് അറിയാൻ വയ്യാതെ പോയിരിക്കുന്നത് നമ്മൾ ഈ ഒരു പുതിയ പുതിയ നിയമത്തിലെ നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സഭാപിതാക്കന്മാര് മുതൽ നമ്മളെ അത് മനസ്സിലാക്കി തന്നിരിക്കുന്ന ഒരു കാര്യം, അതൊരു ആത്മീക രാജ്യമാണെന്ന് ബ്ലൈൻഡ്ലി നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന കാരണം ഈ പഴയ നിയമത്തിൽ പഠിച്ച കാര്യങ്ങളോ 4 സുവിശേഷങ്ങളിൽ കൂടി കർത്താവായ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളോ അപ്പോസ്തലന്മാർ അതിനുശേഷം പ്രസംഗിച്ച വിഷയങ്ങളോ ഒന്നും മുഖവിലേക്ക് എടുക്കാതെ അതിനെ ഒരു ആത്മീക രാജ്യമായി കണ്ടിരിക്കുകയാണ്. എന്നാൽ അതായത് നമ്മൾ ബൈബിൾ മുഴുവൻ പഠിച്ചിട്ടും അത് മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പറയുമല്ലോ, രാമായണം മുഴുവൻ വായിച്ചിട്ട് സീത ആരാണെന്ന് ചോദിച്ചപ്പോൾ രാമന്റെ പെങ്ങളാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പഠിച്ചു വന്ന് 4 സുവിശേഷങ്ങളിൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ലോകത്തിലെ മിനിസ്ട്രിയിലൂടെ അത് നമ്മൾ പഠിച്ചതിന് ശേഷവും
നമുക്ക് കിങ്ഡം അല്ലെന്നുണ്ടെങ്കിൽ സ്വർഗരാജ്യം, ദൈവരാജ്യം എന്താണെന്ന് വാസ്തവമായിട്ട് മനസ്സിലായിട്ടില്ല എങ്കിൽ അതൊരു വലിയ ഗ്യാപ്പ് തന്നെയാണ്. അതിനെ നമ്മൾ അല്പമായിട്ട് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. സി, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മുതൽ നമ്മുടെ സഭാ പിതാക്കന്മാരെന്നറിയപ്പെടുന്ന ചർച്ച് ഫാദേഴ്സ് ഈ തെറ്റുകൾ പഠിപ്പിച്ചതിൽ അവർക്കൊക്കെ ഒരു വലിയ പങ്കുണ്ട്. പക്ഷെങ്കിൽ മുഴുവനും കുറ്റം അവരുടെ മേൽ നമുക്ക് ചുമത്തുവാനായിട്ട് കഴിയത്തില്ല. നാം അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നതിന്റെ 100% ഉത്തരവാദിത്വം സഭാപിതാക്കന്മാരുടെ മേലെ നമുക്ക് ചാരുവാനായിട്ട് കഴിയത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഇന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും. ആ കാലഘട്ടത്തിൽ നമ്മുടെ കയ്യിൽ ബൈബിൾ ഇല്ല, നമുക്ക് തിരുവചനത്തിൽ എന്തു പറയുന്നു എന്നറിയത്തില്ല, അത് പഠിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാനുള്ള അവകാശമില്ല. ആ കാലഘട്ടത്തിൽ നമ്മൾ കേട്ടതും പഠിച്ചതും അങ്ങനെ വിശ്വസിച്ച് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ ചില നൂറ്റാണ്ടുകളായിട്ട് ഇതിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ കരങ്ങളിൽ ബൈബിളുണ്ട്. തിരുവചനം എന്ത് പഠിപ്പിക്കുന്നു എന്ന് വ്യക്തമായിട്ട് നമുക്ക് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയും. നാം അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനി കംപ്ലീറ്റ് തെറ്റിപ്പോകും. വചനം എന്ത് പഠിപ്പിക്കുന്നു എന്ന് ആഴമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഈ ഓട്ടോ പൈലറ്റ് എന്ന് പറയുന്നത് ഫ്ലൈറ്റിലൊക്കെ ഉള്ളൊരു ഫീച്ചറാണ്. അതായത് ഓട്ടോ പൈലറ്റിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈലറ്റ് ഇല്ലെങ്കിലും അത് ആ കറക്റ്റ് സ്ഥലത്തേക്ക് ചെന്ന് ചേരും. എന്നാൽ അതിനെ കറക്റ്റ് സ്ഥലം അതിൽ കീൻ ചെയ്ത് കൊടുക്കണം. എവിടത്തേക്കാണ് പോകുന്നത്, എത്ര ഡിഗ്രി ആംഗിളിലാണ്, എങ്ങനെയാണ് പറക്കേണ്ടത്, ഏത് സ്പീഡിൽ പോകും, അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ പൈലറ്റുള്ള ഫ്ലൈറ്റുകളെ കറക്റ്റ് ആ സ്ഥലത്തേക്ക് പോകും. എന്നാൽ ഒരു അല്പമെങ്കിലും അത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഡെസ്റ്റിനേഷൻ തെറ്റിപ്പോകും. ഫോർ എക്സാമ്പിൾ കോലാലംപൂരിലേക്ക് പോകേണ്ടുന്ന ഒരു ഫ്ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്ത്, ഓട്ടോ പൈലറ്റ് ഫ്ലൈറ്റ് കോലാലംപൂരിലേക്ക് സെറ്റ് ചെയ്യുന്നത്, അതിനൊരു അല്പം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു പോയി. കോലാലംപൂർ എന്ന് എഴുതേണ്ടത് അങ്ങ് മലേഷ്യയുടെ ക്യാപിറ്റലാണ് കോലാലംപൂർ. അവിടെ ചെല്ലേണ്ടുന്നത് ആ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്ന് കോലാപൂർ എന്ന് അടിച്ചു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മഹാരാഷ്ട്രയിലെ ഒരു സ്ഥലത്ത് ചെന്നെത്തും. ഇന്ത്യയിൽ മഹാരാഷ്ട്രയിലെ ഒരു സ്ഥലമാണ് കോലാപൂർ എന്ന് പറയുന്നത്. ആ കോലാലംപൂരിൽ ചെന്ന് ഇറങ്ങേണ്ടുന്ന ഫ്ലൈറ്റ് കൊല്ലാപൂരിൽ ചെന്ന് ചേരാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ മിസ്റ്റേക്കാണ്. ഈ പറയുന്ന മാതിരി ഒരു വമ്പൻ മിസ്റ്റേക്കാണ് ക്രിസ്ത്യാനിറ്റിയിൽ വന്നു ചേർന്നിരിക്കുന്നത്. നമ്മുടെ സഭാപിതാക്കന്മാര് നമ്മൾ എന്ത് പഠിപ്പിച്ചിരിക്കുന്നോ അതിൽ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ നമുക്കിത് മനസ്സിലാക്കാനോ നമുക്കതിനെ ഒന്ന് തിരിച്ച് അവർ നമ്മളെ പഠിപ്പിക്കുന്നത് ശരിയാണോ എന്ന് നോക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന കാലഘട്ടമല്ല. അതാ ഞാൻ പറയുന്നത്, അവരെ 100% ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് നമുക്കത് നോക്കുവാനും ചിന്തിക്കുവാനും പറ്റും. കാര്യം ഒരു കഥയിലുമല്ല ഈ കാര്യങ്ങൾ ഇരിക്കുന്നത്, ബൈബിളിലാണ്. ആ ബൈബിളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഈ ബൈബിളിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇതേ ബൈബിൾ ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പേ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ബൈബിളായത്. അത് നമുക്ക് എഴുതി തന്നിരിക്കുക. ഇതിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് നോക്കാനുള്ള അധികാരം നമുക്ക് ഇന്നുമുണ്ട്. അതുകൊണ്ട് നമുക്ക് സഭാപിതാക്കന്മാരെയോ മറ്റാരെയോ ബ്ലെയിം ചെയ്തിട്ട് നമ്മൾ തെറ്റിപ്പോയതിന്റെ ഉത്തരവാദിത്വം ഇന്നാർക്കാണെന്ന് പറയുന്നതുകൊണ്ട് ഒരർത്ഥവുമില്ല. കാര്യം ഇതിന്റെ അന്ത്യം നാം ചെന്ന് ചേരുന്നത് നമ്മളാണ്. അതിന്റെ ആ ഒരു എൻഡ് റിസൾട്ട് അനുഭവിക്കാൻ പോകുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, നമ്മൾ നരകത്തിൽ ചെന്ന് ചേർന്നിട്ട് അവിടെ കിടന്ന് ആരെ ബ്ലെയിം ചെയ്തിട്ട് എന്ത് കഥയാണ്? പോകാതിരിക്കാൻ നമ്മളാണ് നമ്മളെ നോക്കേണ്ടത്. അത് ഇന്നൊരു കാരണമാണ് ഞാൻ ഇവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട് ഒരു കഥയില്ല. അവിടെ എത്തിച്ചേർന്നു, പിന്നെ ഇനി അവിടുന്ന് തിരിച്ചു പോരാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഈ കാര്യങ്ങളെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് ശരിയാണോ എന്ന് നമ്മൾ ഒരിക്കൽ കൂടി ചിന്തിക്കാൻ പോവുകയാണ്. കർത്താവിന്റെ ലോകത്തിലെ മിനിസ്ട്രിയിൽ കർത്താവ് എന്താണ് പഠിപ്പിക്കുന്നത്? മെയിൻ ആയിട്ട് ദൈവം യേശു ക്രിസ്തു ലോകത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് പഠിപ്പിക്കുന്നത് സ്വർഗരാജ്യം എന്നൊരു വിഷയമാണ്. തന്റെ പ്രസംഗം, തന്റെ ഈ ലോകത്തിലെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ മുതൽ കർത്താവിന്റെ ഒരു മെയിൻ വിഷയമാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത്. അതിനു മുമ്പ് യോഹന്നാൻ സ്നാപകനും പ്രസംഗിച്ചു തുടങ്ങിയ വിഷയം അത് തന്നെയാണ്. അതായത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ, നിങ്ങൾ അതിലേക്ക് കടക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യമാണ് കർത്താവ് പ്രസംഗിക്കുന്നത്. ഈ കർത്താവ് ലോകത്തിലെ 3.5 വർഷവും പ്രസംഗിച്ചതിലെ മെയിൻ തീം അതായിരുന്നു. അതിനുശേഷം കർത്താവിന്റെ ഉയർപ്പിന് ശേഷം 40 നാൾ അവരോടൊപ്പം നടന്നിട്ടും ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരെ പഠിപ്പിക്കുന്നത് സ്വർഗരാജ്യം എന്ന വിഷയമാണ്. അതിൽ അവരെ ഉറപ്പിക്കുവാനാണ് നോക്കുന്നത്. കാര്യം പിതാക്കന്മാർ മുതലേ വാഗ്ദത്തം കൊടുത്തിരിക്കുന്ന ഒരു വലിയ വാഗ്ദത്തത്തിന്റെ നിവൃത്തി ആ സ്വർഗരാജ്യം എന്ന് പറയുന്നത്. 1-2 വാക്യങ്ങൾ കാണിച്ച് ഞാൻ നിങ്ങളെ ആ വിഷയത്തിൽ കൂടുതൽ ഉറപ്പിക്കുവാനായിട്ട് ശ്രമിക്കാം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം പ്രാരംഭമായിട്ട് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അവിടെ പറയാണ്,
ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. ഇവര് കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം ഇരിക്കുന്ന ഒരു കാലമാണ്. 3.5 വർഷം കർത്താവിനോടൊപ്പമായിരുന്നു. അതിനുശേഷം കർത്താവിന്റെ ക്രൂശ് മരണം, കർത്താവിന്റെ മരണ ഉയർപ്പ്, അതിനുശേഷം കർത്താവ് സ്വർഗാരോഹണം ചെയ്യുവാനായിട്ട് പോവുകയാണ്. അതിന് തൊട്ട് മുമ്പ് ഒലിവ് മലയിൽ വെച്ച് ഒത്തിരി കാര്യങ്ങൾ അവരോട് പറഞ്ഞതിന് ശേഷം അവരോട് ചോദിക്കുക, ലാസ്റ്റിൽ ഒരു ചോദ്യം, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ കർത്താവ് ഇവിടുന്ന് പോകുവാനായിട്ട് പോവുകയാണ്, ഞാൻ പോയതുപോലെ വീണ്ടും വരും, ഒലിവ് മലയിൽ തിരികെ വരും, രാജ്യം സ്ഥാപിക്കുവാനായിട്ടും നിങ്ങളോടൊപ്പം വാഴും. ഇതെല്ലാം അവരോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അവർ അവസാനമായിട്ട് അവരോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. Will thou at this time restore again the kingdom to Israel? അവർക്ക് രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുന്ന ഈ സമയത്താണോ എന്ന് ചോദിക്കുക. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിനു വേണ്ടിയിട്ടാണ് കാത്തിരുന്നത്. അവർ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആരംഭിക്കുന്നതിനെ കുറിച്ച് ഒരു വിഷയം പോലും ചോദിച്ചിട്ടില്ല. ദൈവസഭ അല്ലെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ദൈവസഭയെ ആരംഭിക്കുന്നത് എപ്പോഴാണ്? ഈ കാലത്തിലാണോ? അതിനെക്കുറിച്ച് ഞങ്ങൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ഇതൊന്നും അല്ല ചോദിക്കുന്നത്. റാപ്ചറിനെ കുറിച്ച് ചോദിച്ചില്ല. കർത്താവ് വാനമേഘങ്ങളോളം വരുമെന്ന് അവർക്ക് അറിയാമായിരുന്നുണ്ടെങ്കിൽ അവരത് ചോദിച്ചേനെ. സ്വർഗീയ നിത്യവാസം അവരതിനെക്കുറിച്ച് കേട്ടിട്ടേ ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവർ അതിനെക്കുറിച്ച് ചോദിച്ചേനെ. ഇവിടെ അവർക്ക് അറിയാൻ മേലാത്ത എന്തെങ്കിലും ഒരു പുതിയ വിഷയത്തെക്കുറിച്ച് അവർ ചോദിച്ചിട്ടില്ല. അവർ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്, ഈ കാലത്തിലോ നീ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത്? കാരണം തലമുറയായിട്ട് അവർ അതിനുവേണ്ടി കാത്തിരുന്നതാണ്. ഇതൊന്നും അവിടുത്തെ എന്താ പറയുന്നത്, റോമൻ ഭരണം മാറിയിട്ട് യഹൂദിയ ഭരണം വരുന്നതിനെ കുറിച്ചുള്ള ഒരു ചോദ്യമല്ല. അതിനെക്കുറിച്ച് ആഗ്രഹിച്ച യഹൂദന്മാർ ആ ലോകം ഭരിക്കുന്നതിനെ കുറിച്ചല്ല അവരാ ചോദിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു രാജാവായിട്ട് അവരെ വാഴുന്ന 1000 ആണ്ട് അവരോടൊപ്പം വാഴും. അബ്രഹാം മുതലേ ദൈവം അവർക്ക് വാഗ്ദത്തം കൊടുത്തിരിക്കുന്ന ഒരു വലിയ വാഗ്ദത്തത്തിന് വേണ്ടി അവർ കാത്തിരിക്കുന്നവരാ. ഇന്നും ഇന്നലെയുമല്ല, കാലാകാലങ്ങളായിട്ട് അവർ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയമാണ് കർത്താവ് അവരോട് പഠിപ്പിച്ചുകൊണ്ടിരുന്നതും. ഇതിന്റെ മേലത്തെ ഒരു വാക്യം കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് അത് കുറെ കൂടെ മനസ്സിലാവും. 3-ാമത്തെ വാക്യം കണ്ടില്ല, അവിടെ പറയുകയാണ്, പലതും പറഞ്ഞുകൊണ്ട് 2-ാമത്തെ വാക്യം, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ എന്താ? 40 ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റ് അവരോടൊപ്പം ആയിരിക്കുമ്പോഴും അവരെ പഠിപ്പിക്കുന്നത് എന്ത് വിഷയമാണെന്ന് നോക്കിയേ? ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അവരോട് സംസാരിച്ച വിഷയം നോക്കിയാൽ എന്തുവാന്ന്? ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ. ഇത്ര വളരെ ക്ലിയർ ആയിട്ട് കർത്താവ് ടാർഗറ്റ് ചെയ്ത് അവരെ പഠിപ്പിക്കുകയും ഉയർത്തെഴുന്നേറ്റതിന് ശേഷവും 40 ദിവസം അവരോട് കൂടെ നിൽക്കുമ്പോഴും അവരോട് സംസാരിക്കുന്ന വിഷയം ഈ ദൈവരാജ്യം എന്നുള്ളതാണ്. അല്ലാതെ അവർ ഈ ലോകത്തിലെ എന്തെങ്കിലും നേടുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ലോകത്തിൽ റോമൻ ഭരണത്താൽ അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അവർ മാറി ഇവിടുത്തെ അവരുടെ ഭരണം അവരുടെ കയ്യിലാകുന്നതിനെ കുറിച്ചോ ഒന്നും അല്ല ചോദിക്കുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉള്ളത് മുഴുവൻ വിറ്റ് കളഞ്ഞിട്ട് യേശു ക്രിസ്തു രാജാവായി വരുന്ന കർത്താവിന്റെ ആ ഒരു കിങ്ഡം സ്ഥാപിക്കുന്ന അതിൽ വാഴുവാൻ നോക്കി പാർത്തിരിക്കുന്നവരാ. 3.5 വർഷം അവരുടെ കൂടെ നടന്ന് കർത്താവിനോട് കൂടെ നിന്ന് പഠിച്ചവരാണിത്. കർത്താവ് വന്ന ഫസ്റ്റ് പ്രസംഗം മുതൽ പ്രസംഗിക്കുന്ന ടോപ്പിക് ഇതാണ്, സ്വർഗരാജ്യം. കഴിഞ്ഞ 3.5 വർഷം അവരെ പഠിപ്പിച്ചത് ഇതാ. അതിനുശേഷം 40 ദിവസം ഉയർത്തെഴുന്നേറ്റതിന് ശേഷം കർത്താവ് ഒരു ക്രാഷ് കോഴ്സ് മാതിരിയാണ് അവരെ ശരിക്കും ഫുള്ളി കോമ്പിറ്റൻസി, അവരുടെ ആ വിഷയത്തിലെ അറിവ്, അവരുടെ ആ വിഷയത്തിലെ സമർപ്പണം ഉറപ്പിക്കുവാൻ വേണ്ടി 40 ദിവസം ഉയർത്തെഴുന്നേറ്റതിന് ശേഷവും അവരുടെ കൂടെ നിന്ന് അവരെ ഉറപ്പിക്കുന്ന വിഷയം സ്വർഗരാജ്യം സംബന്ധിച്ച കാര്യങ്ങളാണ്. ഇത്ര ഒരു ഇമ്പോർട്ടന്റ് വിഷയമാണ്. ദേ ആർ ആസ്കിങ് അബൌട്ട് എ ക്ലിയർ ലിറ്ററൽ ഫിസിക്കൽ കിങ്ഡത്തെ കുറിച്ചാണ് അവർ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് ഈ കാലഘട്ടത്തിലോ കിങ്ഡം അല്ലെന്നുണ്ടെങ്കിൽ സ്വർഗരാജ്യം യഥാസ്ഥാനത്താക്കി തരുന്നതെന്ന് ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് റോമൻ ഭരണം അവർ വളരെ പ്രയാസത്തിലായിരുന്നു, അതുകൊണ്ട് അത് മാറി ഈ ബെഞ്ചമിൻ നെതന്യാഹു മാതിരി ആരിലും ഒരാൾ അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റിട്ട് അവർ ആ ഭരണം പിടിച്ചെടുക്കുന്നതിനെ കുറിച്ചാണ് ഈ ചോദിക്കുന്നതെന്നാണ് നമ്മൾ ക്രിസ്ത്യാനികൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ ഇതിനേക്കാൾ അപ്പുറത്ത് അതിനൊരു ഇമ്പോർട്ടൻസേ കൊടുത്തിട്ടില്ല.
കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അവിടുത്തെ കഷ്ടപ്പാട്, റോമൻ ഭരണത്തിന്റെ കീഴിൽ അവർ ഒത്തിരി കഷ്ടപ്പാട് സഹിച്ചിരുന്നു. അതുകൊണ്ട് അത് മാറിയിട്ട് വേറെ എന്നാണ് അവർക്ക് രാജ്യം യഥാസ്ഥാനത്താക്കി കിട്ടുന്നത്, എന്നാണ് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു നേതാവ് അതിനെ ഭരിക്കുന്നത് എന്നാണ് നാം ക്രിസ്ത്യാനികൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇത് ഒരു വലിയ തെറ്റാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഈ തെറ്റ് നമ്മൾ അങ്ങനെ പഠിച്ച് കാലാകാലങ്ങളായിട്ട് വരുന്നത് കാരണം അതങ്ങനെ വളർന്ന് വടവൃക്ഷം മാതിരി, വലിയ ആൽമരമൊക്കെ മാതിരി ആ ഒരു തെറ്റ് നമ്മുടെ മനസ്സിൽ ഉറച്ചിരിക്കുക. അതുകൊണ്ട് നമുക്ക് അതിനെ ഇപ്പൊ തിരുത്താനുള്ള ഒരു ആവശ്യം തന്നെ നമുക്ക് കാണുന്നില്ല. ഞാൻ ചില എക്സാമ്പിൾ കാണിച്ച് നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാക്കി തരുവാനായിട്ട് ശ്രമിക്കാം. ഓൾഡ് ടെസ്റ്റ്മെന്റ് മുഴുവനും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമായി ദൈവരാജ്യം എന്നുള്ള ഇവരുടെ ഈ പ്രോമിസ്, സ്വർഗത്തിന്റെ ഒരു മിനിയേച്ചർ, അത് ഭൂമിയിലേക്ക് വരുന്ന കാര്യം, അല്ലെങ്കിൽ ആ ഒരു സ്വർഗീയ വാഴ്ച ഭൂമിയിലാകുന്ന കാര്യം അവർ കാലാകാലങ്ങളായിട്ട് സ്വപ്നം കണ്ട് അവർ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമാണ്. അബ്രഹാം പറയുന്നത് ആ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തുകൊണ്ട്, ഞാനൊരു വാക്യം ഒന്ന് കാണിച്ചോട്ടെ. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം അവിടെ നോക്കി, അവിടെ പറയുന്നത് കണ്ടോ, വിശ്വാസത്താൽ അബ്രഹാമിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ വാഗ്ദത്ത ദേശത്ത്, ഏതാ വാഗ്ദത്ത ദേശം? കനാൻ ദേശത്ത് പാർക്കുക. ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോട് യാക്കോബിനോട് കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്, അവിടെ ഒരു ബംഗ്ലാവൊക്കെ വെച്ച് താമസിക്കുകയല്ല, അവിടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് നിൽക്കുക. കനാനിലാണ് വാഗ്ദത്തത്തിന് കൂട്ടവകാശി, മോനും കൊച്ചുമോനും ഒക്കെ ആയിട്ട് അബ്രഹാം അവിടെ താമസിച്ചുകൊണ്ട് പറയുന്നത് കണ്ടില്ലേ, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. മനസ്സിലായോ? ഇന്നും ഇന്നലെയും തുടങ്ങിയ കാത്തിരിപ്പല്ലിത്, അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തമായത്. അതുകൊണ്ട് ദൈവം അതിനുവേണ്ടി കാത്തിരുന്നു. അബ്രഹാം സന്തതി പരമ്പരകളായിട്ട് അതിനുവേണ്ടി കാത്തിരുന്നു. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാക്യം ശ്രദ്ധിച്ച് ഇവിടെ പറയുന്ന കണ്ടില്ലോ, അബ്രഹാമുമായിട്ട് ദൈവം ചെയ്തിരിക്കുന്ന ഉടമ്പടിയാ. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. നിറയെ ഉടമ്പടികൾ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. നിറയെ റെഫറൻസുകൾ എടുത്ത് കാണിക്കുവാനായിട്ട് പറ്റും. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇതൊരു വളരെ ക്ലിയർ വിഷയമായതുകൊണ്ട് ഞാൻ ഒരു റെഫറൻസ് കാണിച്ചിട്ട് ചില വിഷയങ്ങളിലൂടെ കാണിച്ച് ഈ വിഷയം നിങ്ങളിലൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. ഇതിനെയൊക്കെ കൊടുക്കേണ്ടുന്ന ആ വാക്യത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥത്തെ അങ്ങനെ തന്നെ കാണണം. അതിനെ നമ്മൾ വിഴുങ്ങിക്കളയല്ല. ദൈവം അബ്രഹാമിന് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തമാണ്, ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വത അവകാശമായി തരും, ഞാൻ അവർക്ക് ദൈവമായിരിക്കും. ഇത് ദൈവത്തിന്റെ പ്രോമിസാ, ശാശ്വത അവകാശം. ഇംഗ്ലീഷിൽ കണ്ടല്ലോ, ആൻഡ് ഐ വിൽ ഗീവ് അൺടു thee and to thy seed after thee the land wherein thou art a stranger, all the land of Canaan for an everlasting possession, and I will be their God. Everlasting possession എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ശാശ്വത അവകാശം. ഒരു കാലയളവിലല്ല, ഒരു ജനറേഷനല്ല, അല്ലെങ്കിൽ 10 ജനറേഷനോ 1000 വർഷമൊന്നോ അല്ല. ശാശ്വതം, എറ്റേണൽ, എവർലാസ്റ്റിംഗ് പൊസഷൻ. ഇതാണ് ദൈവം അബ്രഹാമിന് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തം. അങ്ങനെ ഒരു ലാൻഡ് അവിടെ ദൈവം കൊടുക്കുമെന്നും അതിൽ ദൈവം അവരോടൊപ്പം വാഴുമെന്നും ഒരു രാജാവ് അതിനെ നീതിയോട് ന്യായം വിധിക്കുമെന്നും ദാവീദിന്റെ ഗോത്രത്തിൽ നിന്ന് ഒരു രാജാവ് അതിനുവേണ്ടി ഉത്ഭവിക്കുമെന്നും എല്ലാം ഇത് കാലാകാലങ്ങളായിട്ട് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തമാണ്. ഇതിനെയാണ് ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്ന് പറയുന്നത്. ചില വാക്യങ്ങൾ കൂടെ ഞാൻ കാണിക്കാം, ആ വിഷയത്തിൽ അല്പം കൂടെ ഉറപ്പ് വരാനായിട്ട്. ദാനിയേലിനെ ഗബ്രിയേൽ ദൂതനെ അയച്ചിട്ട് ദാനിയേലിനെ ഇവിടെ അയക്കുകയാണ്. ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് ഇവർ ഇസ്രായേലിൽ നിന്നും ബാബേലിലേക്ക് ഓടിപ്പോകേണ്ടതായിട്ട്, പ്രവാസത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. ആ പ്രവാസത്തിലായിരിക്കുമ്പോൾ ദാനിയേൽ മുഖാന്തരം അവരെ കാണിക്കുക. ഇവിടെ പറയുകയാണ്, ഈ രാജാക്കന്മാരുടെ കാലത്ത്, ഇതിനു മുമ്പ് കുറെ രാജാക്കന്മാരുടെ കാര്യം പറഞ്ഞു. അതായത് ഒന്ന് ബാബിലോണിയ രാജ്യം, അതിനുശേഷം മെദോ പേർഷ്യ രാജാക്കന്മാര്, പിന്നെ ഗ്രീക്ക് രാജാവ്, പിന്നെ റോമൻ രാജാവ്, ഇതിന്റെ എല്ലാം ചക്രവർത്തിമാർ, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുകയാണ്, ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഈ വാക്കുകൾക്കൊന്നും ഇതിന്റെ ഒന്നും അർത്ഥം വെള്ളമൊഴിച്ച് ലൈറ്റാക്കി കളയല്ല. സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെ ഒക്കെ തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. ഇത് എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ കുറിച്ചാണ് ദൈവം പറയുന്നത്. ആൻഡ് ഇൻ ദ ഡേയ്സ് ഓഫ് ദീസ് കിങ്സ്
shall the God of heaven set up a kingdom which shall never be destroyed, and the kingdom shall not be left to other people, but it shall break in pieces and consume all these kingdoms, and it shall stand forever. എന്നേക്കും ഇത് നിലനിൽക്കുന്ന ഒരു കിങ്ഡത്തെ കുറിച്ചാണ് ഇവിടെ ഈ പറയുന്നത്. അങ്ങനത്തെ ഒരു പ്രോമിസ് ദൈവം ഇവർക്ക് കൊടുത്തിരിക്കുക. ഇതിനെക്കുറിച്ച് ഇതിന്റെ മുന്നുള്ള വാക്യങ്ങൾ കൂടെ ഞാനൊന്ന് കാണിക്കാം. 45-ാമത്തെ വാക്യം ഒന്ന് കാണിക്കാം. അവർ പറയാണ്, കൈ തൊടാതെ ഇങ്ങനെ ഒരു കിങ്ഡം അവർക്കുണ്ടാകും. അതിൽ കൈ തൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്ന് ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്ത് കളഞ്ഞതായി കണ്ടതിന്റെ താല്പര്യമോ മഹാദൈവം മേലാൽ സംഭവിക്കാനുള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നം നിശ്ചയവും അർത്ഥവും സത്യവുമാകുന്നു. കണ്ടില്ലോ, കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വരും. കർത്താവിന്റെ വരവിനെ കാണിക്കുക. ഇവിടെ 34, 35 കൂടെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. 34, 35 ഇവിടെ കണ്ടില്ലേ? 34-ാമത്തെ വാക്യം, തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു. ഈ ലോകത്തിലെ ഭരണം നിൽക്കുന്ന കാലഘട്ടത്തിൽ അതിനെല്ലാം കാണിക്കുക. ഒരു ബിംബത്തെ നിർത്തിയിരിക്കുക. അതിന്റെ കാലും അതിന്റെ കാൽപാദങ്ങളും ഒക്കെ കളിമണ്ണും ഇരുമ്പും കൊണ്ട് മിക്സ് ആയിരിക്കുന്നത് പോലെ സ്ഥിരമല്ലാത്ത ഒരു ഭരണം, അതായത് ഈ ജനാധിപത്യ ഭരണം ഈ കാലഘട്ടത്തിൽ തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന്, അതെന്താണ്? കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വരും. കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെയാ പറയുന്നത്. പറഞ്ഞു വന്ന ബിംബത്തെ ഇരുമ്പും കളിമണ്ണുകളുടെ കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു. മനസ്സിലായോ? കർത്താവിന്റെ വരവ് ആ സമയത്ത് ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ എല്ലാ ഭരണവും തകർന്നു പോകും, എല്ലാ ജനാധിപത്യവും നിൽക്കും. ഇവിടെ ക്രിസ്റ്റോക്രാസി ആരംഭിക്കും, യേശു ക്രിസ്തുവിന്റെ ഭരണം ആരംഭിക്കും. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്ത് കളത്തിലെ പതിർ പോലെ ആയിത്തീർന്നു. പൊടി പോലെ, കാറ്റ് പാറ്റുന്ന പതിർ പോലെ, പൊടി പോലെ അത് പറന്നുപോയി. ഒരു ഭരണവും ഒരു ഭരണകർത്താക്കന്മാരും ഇവിടെ ഇല്ലാതായി. ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോയി. അതിന്റെ പൊടി പോലും കാണാൻ കിട്ടിയില്ല. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു, ഭൂമിയിൽ ഒക്കെ നിറഞ്ഞു. മനസ്സിലായോ? ഇതാ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന സ്വർഗരാജ്യം. അതൊരു എറ്റേണൽ കിങ്ഡമാ, അതൊരു എവർലാസ്റ്റിംഗ് കിങ്ഡമാ. അങ്ങനെ ഒരു മഹാപർവ്വതമായി തീർന്നു എന്ന് പറയുക. ഇതൊന്നും പെട്ടെന്ന് കർത്താവ് വന്നപ്പോഴോ യോഹന്നാൻ സ്നാപകൻ വന്നപ്പോഴോ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമല്ല. 1500 വർഷം മുമ്പ് കർത്താവ് ലോകത്തിൽ അവതരിക്കുന്നതിന് ഏകദേശം 1500 വർഷം മുമ്പ് അബ്രഹാമിൽ കൂടെ ഈ കാര്യങ്ങൾ പറയുകയും വാഗ്ദത്തം ചെയ്യുകയും അതിനു വേണ്ടിയിട്ട് മൊസൈക് കവണന്റും ഡേവിഡിക് കവണന്റും ഒക്കെ ചെയ്ത് അതിനെ ബലപ്പെടുത്തിയിരിക്കുക. ഞാനൊരു വാക്യം കൂടെ കാണിക്കാം. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ജെറമ്യാ പ്രവാചകൻ പറയുന്ന ഒരു ഭാഗം കാണിക്കാം. ജെറമ്യാ പ്രവാചകൻ 23-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. ജെറമ്യാവ് 23-ന്റെ 5-6. ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു മുളയായവനെ ഉത്ഭവിക്കുന്ന കാലം വരും. കണ്ടോ? ദാവീദ് ഗോത്രത്തിൽ, യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ, ദാവീദിന്റെ കുലത്തിൽ ഞാന് ദാവീദിന് നീതിയുള്ള ഒരു മുളയായവനെ ഉത്ഭവിക്കുന്ന കാലം വരും. അവൻ രാജാവായി വാണ് ബുദ്ധിയോട് പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും. അവന്റെ കാലത്ത് യഹൂദ രക്ഷിക്കപ്പെടും, ഇസ്രായേൽ നിർഭയമായി വസിക്കും. അവന് യഹോവ നമ്മുടെ നീതി എന്ന് യഹോവയുടെ അരുളപ്പാട്, പേർ പറയും എന്ന് യഹോവയുടെ അരുളപ്പാട്. മനസ്സിലായോ? കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ നീതിയോട് രാജ്യം നടത്തുന്നതിനെ കുറിച്ച് 100 കണക്കിന് റെഫറൻസാണ് നിങ്ങൾക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ തരാൻ കഴിയുന്നത്. 100 കണക്കിന്, ഒന്നും രണ്ടുമല്ല, എല്ലാ പുസ്തകങ്ങളിലും. ഇതാ കർത്താവ് തന്നെ വന്നപ്പോൾ പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്, എന്നെക്കുറിച്ച് പ്രവാചക പുസ്തകങ്ങളിൽ നിറയെ മുഴുവനും ഇത് എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കർത്താവ് ലോകത്തിൽ വരുന്നതിനെ കുറിച്ചും ലോകത്തിൽ ആ ഒരു സ്വർഗരാജ്യം ഇവിടെ നിറവേറ്റുന്നതിനെ കുറിച്ചും പറയുക. ഇനി ലോകത്തിൽ വന്നതിന് ശേഷം പറഞ്ഞ ചില കാര്യങ്ങളുടെ റെഫറൻസ് കൂടെ ഞാനൊന്ന് കാണിക്കാം. കർത്താവ് ലോകത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പറയുക, അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. ഇത് ഒരു ബോംബ് ഇടുന്നത് മാതിരി കർത്താവ് ആദ്യമായിട്ട് വന്ന് പറഞ്ഞ ഒരു കാര്യമല്ല. അവർക്ക് കേട്ടപ്പോഴേ അവർക്കെല്ലാം അറിയാം. കാര്യം ഡെയിലി രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും 3 നേരം തല തല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇതിനു വേണ്ടിയിട്ട് അത് എത്തിയിരിക്കുന്നു എന്ന് കർത്താവ് വന്ന് പറയുക. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുക, മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. കർത്താവ് ലോകത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പ്രസംഗിക്കുന്ന വിഷയം ഏതാ?
അത് കഴിഞ്ഞിട്ട് അവരോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. പ്രാർത്ഥിക്കാൻ അവരെങ്ങനെ പ്രാർത്ഥിക്കണം. കാര്യം ഇതിനി കടന്നു പോകാൻ പോകുന്നത് ഒരു വലിയ ട്രിബുലേഷൻ പീരീഡിൽ കൂടെ അവർ കടക്കും. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് അവരെ ശുദ്ധീകരിക്കണം. മഹാപുരോഹിതൻ മുതല് ആ ഒരു ഗ്രൂപ്പിനെ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ താപ്പോട്ട് ഇവരാരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇവരെല്ലാം ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുക. പേരിന് മാത്രം ആണെന്നേ ഉള്ളൂ. പരീശനാകട്ടെ, ശാസ്ത്രി ആകട്ടെ, അതിന്റെ മുൻനിരയിൽ നിൽക്കുന്നവരാകട്ടെ, മഹാപുരോഹിതനാകട്ടെ, പുരോഹിത വൃന്ദമാകട്ടെ, എല്ലാവരും ഒരുപോലെ തെറ്റിപ്പോയിരിക്കുക. ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകൾ എന്ന് പറയുന്ന രീതിയിൽ അവർ ഇസ്രായേലിന്റെ പരിശുദ്ധനെ വിട്ട് പുറകോട്ട് മാറിപ്പോയിരിക്കുക. അവരെ എല്ലാവരെയും കൂടെ അതുപോലെ സ്വർഗരാജ്യത്തിലേക്ക് കടത്തുവാനായിട്ട് കഴിയത്തില്ല. സ്വർഗരാജ്യം കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും സ്ഥലമല്ല. അതുകൊണ്ട് അവരെ എല്ലാവരെയും ശുദ്ധീകരിച്ച് ദൈവം അവരെ ഒരു വലിയ പെർജിങ്, ഒരു വലിയ പ്യൂരിഫിക്കേഷനിലൂടെ കടത്തിവിടും. ഊതിക്കാച്ചിയ പൊന്നുപോലെ അവരെ ഓരോരുത്തരെയും പുറത്തു കൊണ്ടുവരണം. അതിനുവേണ്ടി ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഒരു ടൈം പീരീഡാണ് ഈ ട്രിബുലേഷൻ പീരീഡ്, അല്ലെങ്കിൽ യാക്കോബിന്റെ കഷ്ടകാലം എന്ന് പറയുന്നത്. അത് ഈ ദാനിയലിനെ മുതലേ കാണിച്ചു കൊടുത്തിരിക്കുക. 7 വർഷത്തെ ആ ഒരു ടൈം പീരീഡിൽ കൂടി അവർ കടന്നു പോകും. അതിൽ കൂടെ അവരെ ശുദ്ധീകരിച്ച് ദൈവം അവരെ കൈക്ക് പിടിച്ച് സ്വർഗരാജ്യത്തിലേക്ക് കടത്തും. അതിന് അവരെ ഒരുക്കുമ്പോൾ അവരെ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന. അവരെ ട്രിബുലേഷൻ പീരീഡിൽ കൂടെ കടന്നു പോകുമ്പോൾ, അർത്ഥാൽ എതിർ ക്രിസ്തുവിന്റെ വാഴ്ച കാലത്തിൽ കൂടി കടന്നു പോകുമ്പോൾ അവരെ വിടിവിക്കാൻ വേണ്ടിയിട്ടും അവരെ കരുതുവാൻ വേണ്ടിയിട്ടും ദൈവം അവരെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അതിൽ ഓരോ സെന്റൻസും നിങ്ങൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോഴും അവരുടെ പ്രാർത്ഥനയും അവരുടെ ലക്ഷ്യവും സ്വർഗരാജ്യമാണ്, ദൈവരാജ്യമാണ്. 10-ാമത്തെ മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം, അതിന്റെ 6-ാമത്തെ അധ്യായം, അതിന്റെ 10-ാം വാക്യം, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. മനസ്സിലായോ? ആ സ്വർഗരാജ്യം വരണമേ എന്ന് പറയുക. സ്വർഗത്തിലെ പോലെയുള്ള അതിന്റെ ഒരു മിനിയേച്ചർ ഭൂമിയിലാകുന്നത് പോലുള്ള ആ ഒരു വാഴ്ചകാലം അത് വരണമേ എന്ന് പറയുക. അതിനാണ് അവർ കാത്തിരിക്കുന്നത്. അതിനാണ് ഇവരെല്ലാവരും ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോടൊപ്പം ആ സ്വർഗരാജ്യത്തിൽ വാഴുമെന്നുള്ളതാണ് അവരുടെ പ്രത്യാശ. ഇതാ ക്രൂശിൽ കിടന്ന കള്ളൻ കർത്താവിനോട് പറഞ്ഞത്, കർത്താവേ, നീ രാജാതി രാജാവായി വരുമ്പോൾ എന്നെ കൂടെ ഓർത്തുകൊള്ളണമേ. കാര്യം അന്ന് എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. ആ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ എന്നോടുകൂടെ മനസ്സലിയണമേ എന്ന് പറയുക. എന്നെ കൂടെ ഉയർപ്പിച്ച് നിന്നോടൊപ്പം ആ രാജ്യത്തിൽ വാഴുവാൻ എനിക്ക് ഭാഗ്യം തരണം. മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായം, അതിന്റെ 28-ാമത്തെ വാക്യം ഞാനൊന്ന് കാണിക്കാം. മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം. ഇവിടെ കണ്ടില്ലേ, കർത്താവ് അവരോട് പറയുക, പത്രോസ് അപ്പോസ്തലൻ യേശു ക്രിസ്തുവിനോട് ചോദിക്കുക, കർത്താവേ, ഞങ്ങൾ സകലതും വിട്ട് കളഞ്ഞിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് ലഭിക്കും, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിക്കുക. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12നും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്താ ഒരു ക്ലിയർ എക്സ്പ്ലനേഷൻ! ഈ വിഷയത്തിൽ എത്രമാത്രം നമ്മൾ തെറ്റിപ്പോയെന്ന് നോക്കി. അവരുടെ രാജ്യവും അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു വലിയ വാഗ്ദത്ത പദ്ധതിയായത്. അതിൽ കർത്താവ് രാജാതി രാജാവായിട്ട് വാഴും. ഒരുവൻ നീതിയോട് അതിനെ വാഴും. കർത്താവ് അതിൽ സിംഹാസനത്തിൽ രാജാതി രാജാവായിരിക്കുമ്പോൾ ഈ 12 ഗോത്രങ്ങൾക്കും ന്യായം വിധിക്കുവാനായിട്ട് അവരെ 12 അപ്പോസ്തലന്മാരെ, ആ 12 ഗോത്രത്തിന്റെയും നേതാക്കന്മാരായിട്ട് അവരെ ഇരുത്തും. നിങ്ങൾ 12 പേരും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12നും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇത് അവർക്കുള്ള ഓഫർ. ഈ ലോകത്തിൽ ദൈവരാജ്യം സ്ഥാപിതമാകുമ്പോൾ, സ്വർഗരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാകുമ്പോൾ അത് കൈക്കലായിരിക്കുന്നു. ഇതാ നിങ്ങൾ അതിലേക്ക് കടക്കാൻ പോകുന്നു. ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. എന്റെ ചുറ്റിനും നിൽക്കുന്ന എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുകയും ഞാൻ സംസാരിക്കുകയും ചെയ്യുന്ന ഈ തലമുറ നിങ്ങൾ അതിലേക്ക് കടക്കുമെന്ന് പറയുക. അത്രയ്ക്ക് ഇമ്മിനന്റ് ആയിട്ട് നടക്കേണ്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കർത്താവ് അവരോട് സംസാരിക്കുന്നത്. ഇതിനെയാ സ്വർഗരാജ്യം സമീപയായിരിക്കുന്നു, നിങ്ങൾ അതിലേക്ക് കടക്കാൻ പോകുന്നു, ഇത് സമീപയായിരിക്കുന്നു എന്ന് ലോകം മുഴുവൻ പോയി പറയാനാ അവരെ ആ മഹാദൗത്യം ഏൽപ്പിക്കുന്നത്. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ടെന്ന് പറയുന്നത് ഈ സ്വർഗരാജ്യത്തെ കുറിച്ച് പോയി പ്രസംഗിക്കാനാ. നിങ്ങൾ എല്ലാവരും അതിലേക്ക് കടക്കാൻ പോകുന്നു.
അർദ്ധശങ്കയ്ക്കിടയില്ലാതെ അസന്നിഗ്ധമായി ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു വിഷയമായത്. ഇവിടെ ഈ ഒരു രാജ്യം സ്ഥാപിതമാകുമ്പോൾ, ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഞാൻ കാണിക്കാം. ഈ ഒരു രാജ്യം സ്ഥാപിതമാകുമ്പോൾ ഇത് ഇസ്രായേലിലാണ് സ്ഥാപിതമാകുന്നത്. അത് കനാൻ ദേശം, അവിടെ നിങ്ങൾക്ക് അവിടാണ് ഇത് സ്ഥാപിതമാകാൻ പോകുന്നത്. അതിന്റെ ക്യാപിറ്റലായിട്ട് വരാൻ പോകുന്നത് ജെറുസലേമാണ്, ടെൽ അവീവോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളോ അല്ല. അത്രയ്ക്ക് തിട്ടമായിട്ട് അവരോട് പറഞ്ഞിരിക്കുന്ന. ഇത് കണ്ടില്ലേ, മത്തായി 5:35 അവിടെ പറയാ, ഭൂമിയെ കൊണ്ട് അരുത് നിങ്ങൾ സത്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഭൂമിയെ കൊണ്ട് സത്യം ചെയ്യരുത്. അതിന് മേലെ പറയുന്നുണ്ട്, ഞാനോ നിങ്ങളോട് പറയുന്നത് അശേഷം സത്യം ചെയ്യരുത്. സ്വർഗത്തെ കൊണ്ട് അരുത്, അത് ദൈവത്തിന്റെ സിംഹാസനം. ഭൂമിയെ കൊണ്ട് അരുത്, അത് അവന്റെ പാദപീഠം. യെരുശലേമിനെ കൊണ്ട് അരുത്, അത് മഹാരാജാവിന്റെ നഗരം. മനസ്സിലാകുന്നുണ്ടോ? ഇവിടാണ് കിങ്ഡം സ്ഥാപിക്കാൻ പോകുന്നത്. അതിന്റെ ക്യാപിറ്റലാ യെരുശലേം എന്ന് പറയുന്നത്. ഇസ്രായേലിലെ യെരുശലേമിലാണ്, അത് മഹാരാജാവിന്റെ നഗരം. യെരുശലേമിനെ കൊണ്ട് സത്യം ചെയ്യരുതെന്ന് പറയുക. ഇനി ഒരു വാക്യം കൂടെ കാണിച്ചോട്ടെ. യെശയ്യാ പ്രവാചകൻ, യെശയ്യാ പ്രവചനം 2-ാം അധ്യായം, അതിന്റെ 2-3 വാക്യങ്ങൾ. അന്ന് ഈ ജാതികൾ ഈ അനുഗ്രഹത്തിലേക്ക് വരും. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതമാകും. ഇതെന്താണെന്നറിയാമോ? ഇത് ഏതായി പർവ്വതം എന്നറിയാമോ? ഇസ്രായേലിനെ യെരുശലേമിനെയുമായി പറയുന്നത്. ഉയരം കൂടിയ ഒരു വലിയ പർവ്വതമാണ് യെരുശലേം എന്ന് പറയുന്നത്. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം. അത് എവിടെ ആലയമുള്ളത്? യെരുശലേമിലാണ്. ആ പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതമാകും. കുന്നുകളുടെ മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകി ചെല്ലും. ഇത് അന്ത്യകാലത്ത് ആ 1000 ആണ്ട് വാഴ്ചയിൽ അവരായിരിക്കുന്ന ഒരു കാലത്തെ ഒരു സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്. അന്ന് അനേകര് രക്ഷിക്കപ്പെടും. അനേകര് ജാതികൾ ഒക്കെ ഈ വിശ്വാസത്തിലേക്ക് വരും. അനേകര് ഇതിലേക്ക് കടന്നു വരുവാനായിട്ടും ആ വിശ്വാസത്തിലേക്ക് വരുവാനും ഇടയാകും. അനേക വംശങ്ങളും ചെന്ന്, വരുവീൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യുമെന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. ഇതൊരു വലിയ കിങ്ഡത്തിന്റെ വാഴ്ചയെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ. അതിൽ അനേക ജാതികൾ രക്ഷിക്കപ്പെട്ട് അവരതിലേക്ക് വരാനായിട്ട് ഇടയായിത്തീരും. നമുക്കറിയാം, റോമാലേഖനമൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളപ്പോൾ ഇതിന്റെ ചെറിയ ഒരു ക്ലാരിഫിക്കേഷൻ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു ഭാഗം നമുക്കറിയാം. റോമാലേഖനം 11-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. റോമർ 11:12 അവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ? എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുവാൻ കാരണമായെങ്കിൽ അവരുടെ യഥാസ്ഥാപനം എത്രയധികം. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് അടി കിട്ടിയപ്പോൾ തന്നെ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. അവരുടെ വീഴ്ച ഉണ്ടായിട്ട് തന്നെ ദൈവം നമുക്കത് അനുഗ്രഹമാക്കി തീർത്തുവെങ്കിൽ ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ജാതികൾ ദൈവത്തിന്റെ ജനമാ. നിങ്ങളിൽ കൂടി ലോകരാജ്യങ്ങൾ മുഴുവൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞിരിക്കുക. അവരിൽ കൂടി നന്മയും കരുണയും ഒക്കെ ഒഴുകും. അനേക ആയിരങ്ങൾ അവരിലേക്ക് വരും. അത് ബ്ലെസ്സിങ്സിന്റെ ഒരു ചാനലാണ്. ആദ്യം യെരുശലേം, പിന്നെ യഹൂദിയ മുഴുവൻ, പിന്നെ ശമരിയ, പിന്നെ ലോകമെമ്പാടും. അവരിൽ കൂടി ആ ഒരു ബ്ലെസ്സിങ്സ് ഒഴുകണം. അവരുടെ നഷ്ടം ജാതികൾക്കും സമ്പത്തും വരുവാൻ കാരണമായെങ്കിൽ, അവർക്ക് അടി കിട്ടിയപ്പോൾ തന്നെ ദൈവം നിങ്ങളെ കൈവിടാതെ നിങ്ങളെ കാത്തുവെങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്രയധികം അവരെ റീസ്റ്റോർ ചെയ്യുന്ന കാലത്ത് സമ്പത്തും സമൃദ്ധിയും സമാധാനവും നിങ്ങൾ നിർഭയം വസിക്കും. അനേക ജാതികൾ അതിലേക്ക് ഒഴുകി വരും. ഈ ലോകത്തിൽ അന്ന് സമുദ്രമോ വെള്ളമോ ഒന്നും കാണത്തില്ല. ഇന്ന് ഈ ഭൂമിയുടെ മൂന്നിൽ 2 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുക. 1/3 ഭാഗം മാത്രമേ ഉള്ളൂ കരയെന്ന് പറയുന്നത്. അന്ന് ഇവിടെ വെള്ളം അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ജലാംശം അല്ലെന്നുണ്ടെങ്കിൽ കടലോ അതുപോലൊന്നും കാണത്തില്ല. മുഴുവനും ജനം നിറയും. ഈ ഭൂമി മുഴുവനും ജനവാസമുള്ള ഭാഗമായിട്ട് തീരും. വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഭൂമിയെ ഇത് നിറയെ അനുഗ്രഹം കൊണ്ട് ഒരു ദൈവത്തിന്റെ ഈ ലോകത്തിൽ ഏദൻ ആന്തോട്ടത്തിലെ ഒരു അനുഭവം പോലെ ഈ ഭൂമി ആയിത്തീരും. അന്ന് ഇസ്രായേലിൽ കൂടെ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. ഇതൊരു വലിയ ദൈവിക വാഴ്ച. 1000 ആണ്ട് ദൈവം ഇവരെ വാഴുന്ന ഒരു വലിയ വിഷയത്തെ കുറിച്ചാണ് ഇവിടെ കർത്താവ് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ ആദ്യ അധ്യായങ്ങൾ അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ ക്രിസ്തുവിനെ ക്രൂശിച്ചതിന്റെ ശാപമാണ്. അവര് കർത്താവിനെ മനസ്സിലാക്കിയില്ല. അവര്
കർത്താവിനെ ക്രൂശിച്ചതിന്റെ ശിക്ഷ ദൈവം അവരുടെ മേൽ അയച്ചു. ദൈവം അവരെ കൈവിട്ട് കളഞ്ഞു. അവർക്ക് മാനസാന്തരപ്പെടാനൊന്നും ദൈവം വേണ്ടുന്ന പോലെ അവസരം കൊടുത്തില്ല എന്നൊക്കെ ജനം ചിന്തിച്ചിരിക്കുക. അവരെ ദൈവം കൈവിട്ട് കളഞ്ഞു. അത് പിന്നീട് അപ്പോസ്തല പ്രവൃത്തികൾ മുതൽ നമുക്ക് ആ അനുഗ്രഹം വന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2 പരിശുദ്ധ ആത്മാവ് വന്ന് ആ അനുഗ്രഹം നമ്മുടെ മേൽ പകർന്നു എന്നൊക്കെ. ഈ അപ്പോസ്തല പ്രവൃത്തികൾ 2 നമ്മൾ എന്ന് പറയുന്ന, അതായത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആരംഭിച്ചിട്ടേ ഇല്ല. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ നമ്മൾ പഠിക്കുമ്പോൾ 11-ാം അധ്യായത്തിൽ നമുക്കറിയാം ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആരംഭിക്കുന്നത് തന്നെ 11-ാം അധ്യായം മുതലാണ്. അവരെ വിളിച്ചു തുടങ്ങുന്നത് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ 11-ാമത്തെ അധ്യായം മുതലാണ്. ഇവിടം വരെ ഒന്നും ഈ വിഷയമേ ആരംഭിച്ചിട്ടില്ല. യെരുശലേമിൽ ഇസ്രായേലിൽ യഹൂദന്മാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കാലാകാലങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട്, തലമുറകളായിട്ട് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തത്തിന്റെ നിവർത്തിയാ അവിടെ നിറവേറുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ ആദ്യ അധ്യായങ്ങളിൽ അവർ കർത്താവിനെ ക്രൂശിച്ചതിന്റെ ശാപമോ ശിക്ഷയോ ഒന്നും അയച്ചിട്ടില്ല. 3-ാം അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം, അവിടെയൊക്കെ പത്രോസ് അപ്പോസ്തലൻ നിന്ന് അവരോട് പ്രസംഗിക്കുന്ന ഒരു ഭാഗം കണ്ടോ? ദൈവമോ തന്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കുമെന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. കർത്താവ് കഷ്ടം അനുഭവിക്കും എന്നുള്ളത് അനേക പ്രവാചകന്മാർ മുഖാന്തരം മുന്നറിയിച്ചിരുന്നതാ. യെശയ്യാ പ്രവാചകന്റെ 53-ാമത്തെ അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ ഇത് അങ്ങനെ എഴുതിയിരിക്കുക. കർത്താവ് കഷ്ടം അനുഭവിക്കും, എന്നാൽ കർത്താവ് ക്രൂശിൽ യാഗമായി തീരുമെന്നും ആ യാഗത്തിലൂടെ മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരമായി തീരും, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ അതിൽ കൂടെ ആരംഭിക്കുമെന്നും കർത്താവ് ക്രൂശിലെ വിശ്വാസത്താൽ വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷ വരുമെന്നും എന്നൊന്നുമുള്ള വിഷയങ്ങൾ അന്ന് വെളിപ്പെട്ടിരുന്നില്ല. കാര്യം അത് മർമ്മമായിരുന്നു. ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവസഭ അതൊരു മർമ്മമായിരുന്നു. അപ്പോസ്തലനായ യെശയ്യാ പ്രവാചകനും അത് വെളിപ്പെട്ടിട്ടില്ല. എന്നാൽ തന്റെ ജനത്തിന്റെ അതിക്രമ നിമിത്തം കർത്താവ് കഷ്ടം അനുഭവിക്കും എന്നുള്ളത് പ്രവാചകന്മാർക്ക് അറിയാമായിരുന്നു. ദാവീദ് പല പ്രവചനങ്ങളിലും പ്രവചിച്ചിട്ടുണ്ട്. ദാവീദിന്റെ 22-ാമത്തെ സങ്കീർത്തനത്തിൽ അത് അങ്ങനെ ഒപ്പി എഴുതിയിരിക്കുക. ഇവർക്കൊക്കെ അറിയാമായിരുന്നു ദൈവമോ തന്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കും. ഓഫ് കോഴ്സ് തന്റെ ജനത്തിന്റെ അതിക്രമ നിമിത്തം കർത്താവ് അതിനുവേണ്ടി കഷ്ടം അനുഭവിക്കും എന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. അതാ നടന്നത്. അത് കർത്താവ് നേരത്തെ അറിഞ്ഞിരുന്ന കാര്യമാണ്. ഇവിടെ ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. മനസ്സിലായോ? ഇവരോട് പറയുകയാണ്, repent ye therefore and be converted that your sins may be blotted out when the times of refreshing shall come from the presence of the Lord. എന്നാൽ കർത്താവിന്റെ സന്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ഇത് മുൻ നിയമിച്ചിരിക്കുന്ന കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയക്കും. എന്തിന്? ഈ ലോകത്തിൽ രാജാവായിട്ട്, രാജ്യം ഭരിക്കുവാനായിട്ട്, രാജ്യം നടത്തുവാനായിട്ട് കർത്താവ് ഈ ലോകത്തിലേക്ക് വരും. ഇത് ഇവരോട് അബ്രഹാമിനോട് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. ഏദൻ തോട്ടം മുതലേ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുറെ കൂടെ ക്ലാരിറ്റി കൊടുത്ത് അബ്രഹാമിലൂടെ, മോശയിൽ കൂടി, ദാവീദിൽ കൂടി, ദാനിയേൽ കൂടി ഇതിനെ ഉറപ്പിച്ചിരിക്കുന്ന വിഷയമാണ്. 1-2 വാക്യങ്ങൾ കൂടെ താഴത്തെ വാക്യങ്ങൾ കണ്ടില്ലയോ? 24-ാമത്തെ വാക്യം മുതൽ. അത്രയുമല്ല, ശമൂവേൽ ആദിയായി സംസാരിച്ച പ്രവാചകന്മാരൊക്കെയും ഈ കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചു. ശ്രദ്ധിച്ചു കേൾക്കണം. ശമൂവേൽ, അതായത് 1-ാമത്തെ പ്രവാചകന, ഓൾമോസ്റ്റ് ആദ്യം പ്രവചനം തുടങ്ങി ശമൂവേൽ പ്രവാചകൻ മുതൽ സംസാരിച്ച പ്രവാചകന്മാരൊക്കെയും ഈ കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചു. നിങ്ങൾ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ച് കൊന്നിരിക്കുക. ആ കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചു. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും. ഇത് അബ്രഹാമിനോട് ഉൽപ്പത്തി 12-ൽ ദൈവം ചെയ്ത ഉടമ്പടിയാ. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് അരുളി നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിന്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളോട് ദൈവം നിങ്ങളുടെ തോറായിലും നിങ്ങളുടെ തനാക്കിലും നിങ്ങളുടെ നെവീമിലും കെത്തുവീമിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന, നിങ്ങൾ 3 നേരം പ്രാർത്ഥിക്കുകയും വായിക്കുകയും ചെയ്യുന്ന ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ തലമുറയിൽ കൂടി അത് നിവൃത്തിയാകുക. നിയമത്തിന്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തരെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. നിങ്ങളുടെ അകൃത്യങ്ങളിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞ് സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങൾ കടക്കാൻ പോവുക.
അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാനായിട്ട് പറയുക. അതാ ഈ 21 വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചത്. 21 വാക്യത്തിൽ പറഞ്ഞത്, ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. ഇത് ഇന്നും ഇന്നലെയും ചെയ്തിരുന്ന ഒരു പദ്ധതിയല്ല. ദൈവം കാലാകാലങ്ങളായിട്ട് അവർക്ക് ഉറപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു സ്വർഗരാജ്യം എന്ന് പറയുന്ന ഒരു വാഗ്ദത്ത പദ്ധതിയാണ്. നമ്മൾ ഇതിനെ വേണ്ടുവണ്ണം മനസ്സിലാകാതെ അവർ റോമാക്കാരുടെ ഭരണത്താൽ വളരെ ഭാരപ്പെടുന്നു. അവിടുത്തെ ഭയങ്കര ചുങ്കം പിരിവും, അവർക്ക് വലിയ ശല്യങ്ങളും, അവർക്ക് വലിയ കഠിന പീഡകളും ഒക്കെ അനുഭവിക്കുന്നു. അതുകൊണ്ട് അവർക്ക് ഈ ബെഞ്ചമിൻ നെതന്യാഹു മാതിരി ആരിലും ഒരാള് വന്ന് അവരെ ഭരിക്കുന്ന മാതിരി ഒരു കാലഘട്ടം ആരംഭിക്കണം. അതാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അതാണ് യേശുക്രിസ്തുവിനോട് ചോദിച്ചത് എന്നാണ് നമ്മുടെ ആൾക്കാർ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങളെ വേണ്ടതുവണ്ണം അറിയാൻ വയ്യാത്തത് കൊണ്ട് സഭാപിതാക്കന്മാരുടെ കാലം മുതലേ ഇങ്ങനെയുള്ള തെറ്റ് പഠിപ്പിച്ചിരിക്കുക. അതങ്ങനെ ആൽമരം മാതിരി ആ തെറ്റ് വളർന്ന് വടവൃക്ഷം മാതിരി വലുതായിരിക്കുക. അതുകൊണ്ട് സത്യം എന്താണെന്ന് നമുക്ക് കാണാനേ കഴിയുന്നില്ല. വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക, നിങ്ങൾ യെരുശലേമിലും യഹൂദിയയിലും എല്ലായിടവും പിന്നെ ശമരിയയിലും പിന്നെ ഉലകത്തിന്റെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകണം. ഇതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെരുശലേമിലാ ദേവാലയം ഇരിക്കുന്നത്, യെരുശലേമിലേക്കാ കർത്താവ് വരാൻ പോകുന്നത്. കാര്യം യെരുശലേമിലാണ് ഒലിവ് മല ഇരിക്കുന്നത്. ഒലിവ് മലയിലാണ് കർത്താവിന്റെ പാദം ചവിട്ടുന്നത്. അവിടുന്ന് കർത്താവ് പോയത്. ഞാൻ പോയതുപോലെ വീണ്ടും തിരികെ വരുമെന്ന് പറയുന്നത് അവിടെ വരുമെന്ന് പറയുന്ന കാര്യമാണ്. അവിടെ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആ തേജസ് അവിടെ വെളിപ്പെടും. തേജസ്സിൽ കർത്താവ് അവിടെ വെളിപ്പെടും. അങ്ങനെ ഈ ലോകത്തിൽ വാഴുവാനായിട്ട് പോവുകയാണ്. ആ യെരുശലേം ദേവാലയം അവിടെ ദൈവത്തിന്റെ ആലയം എന്ന് അറിയപ്പെടും. ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. അതിനെ കേന്ദ്രമാക്കി യെരുശലേമിലും യഹൂദിയയിലും പിന്നെ ശമരിയ എന്ന് പറയുന്ന ഒന്നും ജാതികളുടെ രാജ്യമല്ല, അവരുടെ 10 ഗോത്രങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. ഈ യഹൂദിയ എന്ന് പറയുന്ന 2 ഗോത്രങ്ങൾ താമസിക്കുന്ന സ്ഥലവും 12 ഗോത്രത്തിൽ 10 ഗോത്രങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് ശമരിയ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവർ തെറ്റിപ്പോയി. അവർ അസീറിയൻ പ്രവാസത്തിലേക്ക് പോയി. പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവർ മിക്സ് ആയി പോയി. അതുകൊണ്ട് അത് ഒരു പകുതി ജൂതനും പകുതി അസീറിയൻ ആയിട്ട് കഴിയുന്ന സ്ഥലങ്ങളാണ്. എന്നാലും അതിന്റെ ഗ്രാമപ്രദേശങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഇപ്പോഴും യഹൂദന്മാർ തന്നെയാണ് താമസിക്കുന്നത്. ടു ബി ഹോണസ്റ്റ്, നിങ്ങൾക്ക് അറിയാവുന്ന കർത്താവ് യേശു ക്രിസ്തു ജനിക്കുന്നത് തന്നെ നസറേത്തില്ല. നസറേത്ത് എന്ന് പറയുന്നത് ശമരിയയിലെ ഒരു സ്ഥലമാണ്. 12 അപ്പോസ്തലന്മാരിൽ 11 പേരും ഗലീലയിൽ നിന്നുള്ളവരാണ്. ആ ഗലീല മുഴുവൻ ശമരിയയുടെ ഭാഗമാണ്. ശമരി ഒന്നും പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ അല്ല, അതല്ല ഇസ്രായേലിന്റെ ഭാഗമാണ്. യെരുശലേമിലും പിന്നെ യഹൂദിയയിലും പിന്നെ ശമരിയയിലും പിന്നെ ലോകത്തിന്റെ അറ്റത്തോളം. മനസ്സിലായോ? അങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഓർഡർ അങ്ങനെയാണ്. യെരുശലേം ആദ്യം രക്ഷിക്കപ്പെടണം, മഹാപുരോഹിതൻ ആദ്യം രക്ഷിക്കപ്പെടണം, ആലയം ആദ്യം വിടുവിക്കപ്പെടണം, പിന്നെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടണം, പിന്നെ ശമരിയയിലേക്ക് പോകണം. അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത് യെരുശലേം നിങ്ങളുടെ ഹോം ടൗൺ ആണെന്നും യഹൂദിയ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ ഡിസ്ട്രിക്റ്റ് ആണെന്നും ശമരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഏത് സ്ഥലത്ത് താമസിക്കുന്നോ ആ സ്റ്റേറ്റ് ആണെന്നും എന്നൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചേക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കേരളത്തിൽ താമസിക്കാതെ, എന്നെ സംബന്ധിച്ചിടത്തോളം കോഴഞ്ചേരിയാണ് യെരുശലേം, പിന്നെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് ആണ് യഹൂദിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ പ്രവർത്തിക്കണം. പിന്നെ കേരളമാണ് ശമരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത്ര ക്ലിയർ ആയിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വരെ വളച്ചൊടിച്ച് ഈ ഒരു രീതിയിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് പെന്തക്കോസ് നാളിൽ ആരംഭിച്ചു എന്നൊക്കെ പഠിപ്പിച്ചതിന്റെ ദുരന്തമാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഇന്നത്തെ. എനിക്കറിയാം, ഞാൻ ഇച്ചിരി കട്ടിയായിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നതെന്നറിയാം. പക്ഷെ ഇതിന് കട്ടി കുറഞ്ഞു പോയി എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാര്യം ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് ആൾക്കാരെ കെട്ടി നല്ല നൈസ് മ്യൂസിക് ഒക്കെ ഉള്ള പെട്ടിയിലാക്കി നരകത്തിലേക്ക് അയക്കുക. പാട്ട് കേട്ട് അവിടെ കിടക്കാം, അല്പം കഴിഞ്ഞിട്ട് നമ്മൾ പാട്ടിലാകുന്ന ഒരു പദ്ധതിയിലേക്കാണ് നമ്മളെ ആക്കിയിരിക്കുന്നത്. സത്യം എന്താണെന്ന് അറിയാതെ നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഹാ തെറ്റിലേക്ക് നയിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോഴൊക്കെ ഈ കട്ടിയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്. ഇന്ന് അതുകൊണ്ട് നമുക്ക് ഈ വിഷയം അറിയാൻ വയ്യാത്തതിന്റെ വേറൊരു ഭാഗമാണ് നമ്മൾ പെന്തക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് മടങ്ങി വരണം എന്ന് പറയുന്നത്. ഇന്നത്തെ പെന്തക്കോസ്ത് സഭ ഒട്ടടങ്കം പ്രസംഗിക്കുന്ന ഒരു വിഷയമാണ്. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിൽ എന്ന പോലെ ആത്മാവേ അമിത ബലം തരണമേ.
ഇന്ന് ഒരു അമിത ബലത്തിന്റെയും ആവശ്യം നമുക്കില്ല. ആദ്യ നൂറ്റാണ്ടിലെ ആ ഒരു അനുഭവം അല്ല നിങ്ങളുടെ അനുഭവം, നിങ്ങളുടെ വിളി എന്ന് പറയുന്നത്. മെറ്റാനോയിയ ഒരു ഗ്രീക്ക് പദമാണ്. ആദ്യ നൂറ്റാണ്ടിലേക്ക് പെന്തക്കോസിന്റെ അനുഭവത്തിലേക്ക് മടങ്ങി വരിക. എൻ്റെ പ്രിയ സഹോദര, താങ്കളെ പെന്തക്കോസിന്റെ അനുഭവത്തിലേക്ക് മടങ്ങി വരാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. അതല്ല താങ്കളുടെ വിളി. പെന്തക്കോസും താങ്കളുമായിട്ട് ഹരിയാനയും കുഴിയാനയും മാതിരിയുള്ള ബന്ധമാണ്. യു ഹാവ് ആബ്സല്യൂട്ട്ലി നത്തിങ് ടു ഡു വിത്ത് പെന്തക്കോസ്റ്റ്. അത് യഹൂദന്റെ പെരുന്നാളാണ്. യഹൂദനോട് ദൈവം വാഗ്ദത്തം ചെയ്തിരുന്ന യഹൂദിയ പദ്ധതിയ പെന്തക്കോസ്റ്റ് നാളിൽ പരിശുദ്ധ ആത്മാവിനെ അവരുടെ തലമുറമേൽ അയക്കുമെന്നുള്ളത്. അതാണ് അന്ന് അവിടെ നടക്കുന്നത്. മെറ്റനോയിയ നമ്മുടെ വിളി അല്ല. നമ്മളെ വിളിച്ചിരിക്കുന്നത് കർത്താവിന്റെ ക്രൂശ് പ്രസിദ്ധമാക്കാനാണ്. നിങ്ങൾക്ക് ദൈവത്തോട് ഒരല്പമെങ്കിലും കടുക് മണിയോടെങ്കിലും സ്നേഹമുണ്ടെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ ക്രൂശ് പ്രസംഗിക്കുക. ക്രൂശിലൂടെ ഒഴുകിയ രക്തത്താൽ ദൈവം നമ്മളെ ഇരുപക്ഷത്തെയും അവനിൽ ഒരു മനുഷ്യനായി പുതുതായി കർത്താവിലേക്ക് നമ്മളെ ആ രക്തത്തിൽ കൂടി വീണ്ടെടുത്തിരിക്കുക. അവന്റെ രക്തത്താൽ നമുക്ക് ഇന്ന് ദൈവത്തോട് സമത്വമുണ്ട്. ദൈവത്തോട് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലുവാനുള്ള അധികാരം നമുക്കുണ്ട്. എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം അവിടെ പറയാം, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ, ഇതുമായിട്ട് യാതൊരു സംബന്ധവുമില്ലായിരുന്ന നിങ്ങൾ, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. മെറ്റനോയി അല്ല നിങ്ങളുടെ വിളി. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ പകരുമെന്നുള്ള വാഗ്ദത്തം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതല്ല, അത് യഹൂദന്റെ വാഗ്ദത്തമാണ്. എഫേസ്യർ 1:7 പറഞ്ഞിരിക്കുക, നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുകൊണ്ട് മനസ്സിലാകാത്തതുകൊണ്ട് ഇത്തരം വലിയ തെറ്റുകളൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നു. സ്വർഗരാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തോ ഒരു ആത്മീക രാജ്യമാണ്, അങ്ങനൊരു ഭൗതിക രാജ്യം അല്ലെങ്കിൽ ഒരു ലിറ്ററൽ കിങ്ഡത്തെ കുറിച്ചല്ല പറയുന്നതെന്ന് ക്രിസ്ത്യൻഡം ഒട്ടാകെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. ഓൾഡ് ടെസ്റ്റ്മെന്റിലും 4 സുവിശേഷങ്ങളിലും ഒക്കെ പ്രതിപാദിക്കുന്നത് അവരുടെ പിതാക്കന്മാർക്ക് ദൈവം പ്രോമിസ് ചെയ്തിട്ടുള്ള ലിറ്ററൽ, ഫിസിക്കൽ, വിസിബിൾ കിങ്ഡമാണ്. ആ വിഷയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് അബ്രഹാമിലൂടെ വാഗ്ദത്തം ചെയ്ത് മൊസൈക് കവണന്റിലൂടെ അതിനെ ദൈവം വീണ്ടും ഉറപ്പിച്ച്, ഡേവിഡിക് കവണന്റിലൂടെ അതിനെ ഉറപ്പിച്ച്, പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 15:8 പറയുന്നത് പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു പരിച്ഛേദനക്കാർക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു. പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങൾ അതെന്ത് വാഗ്ദത്തമാ? ഈ സ്വർഗരാജ്യത്തിന്റെ വാഗ്ദത്തമാ. പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു പരിച്ഛേദനക്കാർക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു എന്ന റോമാലേഖനം 15:8 പൗലോസ് അപ്പോസ്തലൻ പറയുന്നതും ഈ വിഷയത്തെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടായിരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് ചോദിച്ചത് ഈ ഒരു കിങ്ഡം സ്പിരിച്വൽ ആണോ അതോ ലിറ്ററൽ ആണോ എന്നുള്ളതായിരുന്നു ചോദ്യം. അതൊരു ലിറ്ററൽ കിങ്ഡമാണ്, അതൊരു വിസിബിൾ കിങ്ഡമാണ്, അതൊരു ഫിസിക്കൽ കിങ്ഡമാണ് എന്ന് ഈ എക്സ്പ്ലനേഷനിൽ കൂടി എന്നോട് ചോദിച്ച ആൾക്കും എന്നെ ശ്രദ്ധിക്കുന്ന അതിൽ സംശയം ഉണ്ടായിരുന്നവർക്കും ഒക്കെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം ആ വിഷയത്തിൽ കൂടുതൽ ക്ലാരിറ്റി തിരുവചനം പഠിക്കുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിനൊന്നും ഒരു എതിരല്ല ഞാൻ. സത്യം നമ്മൾ മനസ്സിലാകാതെ പോയിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാര് അന്നത്തെ ഭരണ സൗകര്യാർത്ഥം ആ ഓർത്തഡോക്സി ലൈനിൽ വന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് പൗലോസ് അപ്പോസ്തലന് ലഭിച്ച ആ വെളിപ്പാടും ആ മിസ്റ്ററി റെവലേഷനും കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുമായിട്ട് എന്ത് കണക്ഷൻ ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അന്നുണ്ടായിരുന്ന സഭാപിതാക്കന്മാർ, ഓർത്തഡോക്സി ലൈനിൽ വരുന്ന സഭാപിതാക്കന്മാർ, നമ്മൾ ആ 11-ാമത്തെ അധ്യായത്തിൽ കയറുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കും. അവർക്ക് ഈ ക്രിസ്ത്യാനിറ്റിയുമായിട്ട് എന്ത് കണക്ഷൻ ആയിരുന്നു? അവർ ആക്ച്വലി ഭരണ സൗകര്യാർത്ഥം അതിനെ ഒരു മതമായിട്ട്, അതിനെ ഒരു വിശ്വാസമായിട്ട് അതിനെ ഡിക്ലെയർ ചെയ്തു. ആ ഭരണ സൗകര്യാർത്ഥം അവരെല്ലാവരും യഥാ രാജ തഥാ പ്രജ എന്ന് പറയുന്നത് പോലെ ഒറ്റ രാത്രി കൊണ്ട് ക്രിസ്ത്യാനികളായി മാറി. അങ്ങനെ ഒരു വലിയ സെക്ട് രൂപം പ്രാപിച്ചു. അതിനെ അങ്ങനെ കൊണ്ടുപോകുന്നു. അവരെഴുതി കൊടുത്തിട്ടുള്ള ചട്ടങ്ങളും പ്രമാണങ്ങളും, പിന്നെ അവിടെ അവർ കൂടി പല സിനഡുകൾ കൂടി അതിന് നിയമാവലികളൊക്കെ എഴുതി ഉണ്ടാക്കി. ഇതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ് ചെയ്തിരിക്കുന്ന ഒരു മാർഗമാണ്. അത് ഏകദേശം 16-ാം നൂറ്റാണ്ടിനോട് അടുത്തപ്പോഴത്തേന് 15-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴത്തേന് അതിലൊരു വലിയ റിഫോർമേഷൻ ഉണ്ടായി. പ്രൊട്ടസ്റ്റന്റ് അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്ത്
വലിയൊരു പ്രൊട്ടസ്റ്റന്റ് വിഭാഗമുണ്ട്. ഇതെല്ലാം സാത്താനല്ല ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ എന്ന മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്. ഈ സംഭവമൊക്കെ മനുഷ്യൻ അറിയുമെന്നും ഈ സത്യം വെളിപ്പെടുമെന്നും ഒക്കെ നമ്മളെക്കാട്ടിൽ വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ് സാത്താൻ. അവിടെ അവന് മുന്നേ ഒരു എറിഞ്ഞിട്ട് അവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കി പ്രൊട്ടസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് മാറിയിട്ട് ഇതെല്ലാം കാര്യങ്ങളെല്ലാം കലങ്ങി തെളിഞ്ഞു, എല്ലാ തെറ്റുകളും തിരുത്തി ഇവിടെ ഇപ്പം നമ്മളൊരു കറക്റ്റ് റൂട്ടിലേക്ക് മാറി എന്നൊരു ധാരണ നമുക്ക് തന്നതല്ലാതെ അവിടെ ഒരു ചുക്കും ആക്ച്വലി ആത്മീകമായിട്ട് നടന്നിട്ടില്ല. അതിന്റെ വേരിലും കുറ്റിയിലും തന്നെയാ കാര്യങ്ങൾ വീണ്ടും നിൽക്കുന്നത്. ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ നടന്നു എന്നുള്ളത് ശരി, അത് നമ്മളെ ധരിപ്പിക്കാൻ വേണ്ടി, നമുക്കൊരു കോൺഫിഡൻസ്, നമുക്കൊരു സംതൃപ്തി, വാവ് ഫൈനലി എല്ലാം ക്ലിയർ ആയി എന്നൊരു ബോധ്യം നമുക്ക് തരാൻ വേണ്ടി. ഇന്ന് ഈ പ്രസംഗിക്കുന്ന ഈ സത്യമാണ് നിങ്ങളെ സ്വർഗരാജ്യം, നിങ്ങളെ സ്വർഗത്തിലേക്ക്, നിങ്ങളുടെ മരണശേഷം അല്ലെങ്കിൽ കർത്താവിന്റെ വരവായാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകാനുള്ള സുവിശേഷം ഞാൻ ഈ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ഗേറ്റ് മിനിസ്ട്രിയിലൂടെ പ്രസിദ്ധമാക്കുന്ന ഈ സത്യസുവിശേഷമാണ്. ഇത് ഞങ്ങളൊന്നും ഫാബ്രിക്കേറ്റ് ചെയ്തതല്ല. തിരുവചനം കാലാകാലങ്ങളായിട്ട് ഉലക സ്ഥാപനത്തിന് മുമ്പേ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്ന തിരുവചനത്തിന്റെ സത്യവ്യാഖ്യാനമാണ് ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞു തരുന്നത്. അത് മനസ്സിലാക്കുവാൻ കർത്താവ് ഹൃദയം തുറക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരുടെ മേൽ ഒരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. പക്ഷെന്നുണ്ടെങ്കിൽ അവസാനം ചെന്ന് ചേരുന്നത് എവിടാണോ അവിടെ നമുക്ക് ചെന്നിട്ട് യാതൊരു കുറ്റവും ആരോടും പറയാനില്ല. കാര്യം നമ്മുടെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമുക്ക് ഗേറ്റ് മിനിസ്ട്രിക്ക് ആളെ കൂട്ടുന്ന ഒരു പ്രസ്ഥാനമേ അല്ല. ഒരുത്തരും കൂടണമെന്ന് നമുക്ക് താല്പര്യവുമില്ല. പക്ഷെന്നുണ്ടെങ്കിൽ ഈ സത്യം പ്രസംഗിക്കണം എന്നുള്ളത് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഞങ്ങൾ വിശ്വസ്തയോടെ അത് ചെയ്യുന്നു. ഞങ്ങളോടൊപ്പം ചേർന്ന് കർത്താവിനെ ആരാധിക്കുവാൻ താല്പര്യപ്പെടുന്നവരെ ഞങ്ങൾ സന്തോഷം 2 കൈ നീട്ടി സ്വീകരിക്കുന്നു. അത്രയും മാത്രമേ ഉള്ളൂ. വേറെ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റും ഞങ്ങൾക്ക് ഇതിലില്ല. അതുകൊണ്ട് ജനം സത്യം അറിയുവാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈ കാര്യങ്ങൾ പ്രസംഗിക്കുന്നത്. ദൈവം അതിനായിട്ട് നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ ഹൃദയ നിലങ്ങൾ അതിനായിട്ട് ഒരുങ്ങപ്പെടുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടന്നു വരാം. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 29 വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ചിന്തിച്ച് നിർത്തിയിരുന്നത്. ഇന്ന് നമ്മൾ അതിന്റെ തുടർ ഭാഗങ്ങളിലേക്ക് വരികയാണ്. പ്രവൃത്തി 10-ന്റെ 28 മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ 28, 29 ഒന്ന് വായിച്ചിട്ട് തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് വരികയാണ്. നമുക്കത് വായിച്ച് തീർക്കുവാനായിട്ട് കഴിയും. നമ്മുടെ മുന്നിൽ ഒരു 15-20 മിനിറ്റ് ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞു തീർക്കുവാനായിട്ട് കഴിയും. കാര്യം അവിടെ പ്രത്യേകിച്ച് ഒത്തിരി വിഷയങ്ങളില്ല. എന്നാലും ചിലതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ആ വിഷയം ചിന്തിച്ച് നമ്മൾ ഇന്ന് 10-ാമത്തെ അധ്യായം അവസാനിപ്പിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രവൃത്തികൾ 10-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനമോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് അല്പം ചിന്തിച്ചതായിരുന്നു. നമുക്കത് മനസ്സിലായിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് അതിന്റെ ആ ഒരു റിപ്പീറ്റേഷനിലേക്ക് പോകുന്നില്ല. കാര്യങ്ങൾ നമുക്ക് അവിടെ മനസ്സിലായിട്ടുണ്ട്. ഇവിടെ കൊർന്നല്യോസിന്റെ ദർശനത്തെക്കുറിച്ചും പത്രോസ് അപ്പോസ്തലന്റെ ദർശനത്തിനെ കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിച്ചു. പത്രോസ് അപ്പോസ്തലൻ ആ ഭവനത്തിൽ വന്നിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. ഇവിടെ വന്ന പത്രോസ് അപ്പോസ്തലന്റെ ആ ഒരു വിസിറ്റിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്. അതിനുശേഷം തന്റെ അവിടുത്തെ പ്രസംഗത്തെ കുറിച്ചാണ് ശേഷമുള്ള ഭാഗങ്ങൾ ചിന്തിക്കുന്നത്. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയാണ്, അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. ഇവിടെ വളരെ ക്ലിയർ ആണ് പത്രോസ് അപ്പോസ്തലൻ ഇതിനു മുമ്പ് ഒരു അന്യജാതിക്കാരന്റെ അടുക്കലും പോയിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ബൈ ചാൻസ് എവിടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ വിഷയം നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഒരു അന്യജാതിക്കാരന്റെ വീട്ടിൽ അല്ലെങ്കിൽ അവരുമായിട്ട് പെരുമാറ്റം ചെയ്യുവാൻ, അവരോട് അടുത്ത് ഇടപഴകുവാൻ, അവരോട് കൂടെ ആഹാരം കഴിക്കാൻ ഒന്നും ഇവർക്ക് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ അന്യജാതിക്കാരന്റെ ഇടയിൽ പോയി എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാര്യം ഇവിടെ ഇവർക്ക് എന്താ പറയുന്നത്, ഗ്രേറ്റ് കമ്മീഷൻ ലഭിച്ചു. സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. പിറ്റേ ദിവസം മുതൽ ഇവർ പോയി എല്ലാ ജാതികളോടും സുവിശേഷം പറഞ്ഞു.
എന്നൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഒരല്പം കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, അല്പം കൂടെ കാര്യമായിട്ട് മനസ്സിലാകണം. എന്തെങ്കിലും കേട്ടിട്ട് അതിന്റെ പുറകെ നമ്മളെ എടുത്ത് ചാടല്ല. ഇവർക്കെല്ലാം കൊടുത്തിരുന്ന കൽപ്പന എന്ന് പറയുന്നത് ലോകമെമ്പാടും ചിതറിക്കിടക്കുന്ന അവരുടെ സഹോദരി സഹോദരങ്ങൾ 12 ഗോത്രങ്ങൾ അവർ മുഴുവനും ഉലകം മുഴുവനും ചിതറിക്കിടക്കുക, അവരെ ഈ സത്യം അറിയിക്കണം. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ള സത്യം അത് പ്രസംഗിക്കുവാനായിട്ട് പ്രത്യേക കൃപകളും വരങ്ങളും ശക്തിയും അഭിഷേകവും ഒക്കെ അവരുടെ മേൽ പകർന്ന് മരിച്ചവരെ വരെ എഴുന്നേറ്റ് നിൽപ്പിക്കുവാനുള്ള അധികാരം അവരുടെ മേൽ കൊടുത്ത് ലോകത്തിൽ ജീവിച്ചിരിക്കുന്നവരുടെ പാപം മോചിക്കുവാനുള്ള പ്രത്യേക കൃപ അവരുടെ മേൽ പകർന്ന് ദൈവം അവരെ അയക്കുക. മനസ്സിലായോ? വലിയൊരു ട്രിബുലേഷൻ പീരീഡിൽ കൂടെ അവർ കടക്കാൻ പോവുക. ആ സമയത്ത് മരണകരമായ പലതും അവരെ കടിക്കും. പാമ്പും തേളും ഒക്കെ വരാൻ പോവുക. വിഷമുള്ളതൊക്കെ കുടിക്കും. കാര്യം ഒരുമാതിരിപ്പെട്ട ജലാശയങ്ങൾ മുഴുവനും രക്തം കലർന്ന് വിഷം കലർന്ന് അങ്ങനെയൊക്കെ ആകാൻ പോവുക. ആകാശത്തിൽ നിന്ന് ഒരു കാഞ്ഞിരം പോലെ കൈക്കുന്ന ഒരു നക്ഷത്രം വീണു. അത് വീണിട്ട് വെള്ളം 1/3 കയ്പായി തീർന്നു, വിഷമായി തീർന്നു. അത് കുടിക്കുന്നവർ മരിച്ചു പോകും. അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ കൂടാണ് ഇവർ ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കേണ്ടത്. അതുകൊണ്ട് അവരോട് പറയുക, നിങ്ങൾ വിഷകരമായതൊന്നും കുടിച്ചാലും നിങ്ങൾക്ക് ഹാനി വരത്തില്ല. പാമ്പ്, തേള്, സർപ്പം ഇതിനെയൊക്കെ കടിച്ചാലും നിങ്ങൾക്ക് മരണകരമായതൊന്നും കടിച്ചാലും നിങ്ങൾക്ക് കുഴപ്പം ഹാനി വരത്തില്ല. പ്രത്യേക കൃപ ദൈവം അവരുടെ മേൽ പകർന്ന് അവരെ ആ ഒരു മഹാദൗത്യത്തിനെ ഏൽപ്പിച്ചിരിക്കുക. അത് അവരുടെ സഹോദരങ്ങളോട് പറയാൻ, ദുനിയയിലുള്ള ബാക്കിയുള്ള ജനങ്ങളോടെല്ലാം പറഞ്ഞിട്ട് ഒരു കഥയിൽ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അവരുടെ രക്ഷാകര പദ്ധതി ആരംഭിച്ചിട്ടില്ല. ആദ്യം യെരൂശലേം രക്ഷിക്കപ്പെടണം, പിന്നെ യഹൂദിയ മുഴുവൻ രക്ഷിക്കപ്പെടണം, പിന്നെ ശമരിയയും, പിന്നെ ലോകവും പാടും. ആ ജാതികളിലേക്ക് ഈ രക്ഷ പോകാം. പക്ഷെ എന്നുണ്ടെങ്കിൽ അവർ യഹൂദ മതാനുസാരിയായി മാറണം. ഈ ക്രിസ്ത്യാനിറ്റി അല്ല അവർ പ്രസംഗിക്കുന്ന വിഷയം. യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്ന, കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്ന ഒരു പദ്ധതി അല്ല അവർ പ്രസംഗിക്കുന്നത്. അതല്ല അവരുടെ ഗ്രേറ്റ് കമ്മീഷൻ. 7 വർഷം കഴിഞ്ഞിട്ട് ഒരു റോമൻ പട്ടാളത്തിന്റെ മേജർ ജനറലിന്റെ വീട്ടിൽ വന്നിരിക്കുക. അവിടെ വന്നിട്ടും അവിടെ ചോദിക്കുന്ന കണ്ടില്ല, അവിടെ പറയുകയാണ്, അന്യജാതിക്കാരന്റെ വീട്ടിൽ പോകാൻ എനിക്ക് പറ്റത്തില്ലെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ, പിന്നെ എന്തിനാണ് എന്നെ വിളിപ്പിച്ചതെന്ന് ചോദിക്കുക. ഇതിന്റെ അടുത്ത വാക്യം നിങ്ങൾ കണ്ട് 11-ാമത്തെ അധ്യായം, പ്രവൃത്തി 11-ന്റെ 2-ാമത്തെ വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇത് ഇവരുടെ കൂടുള്ള പത്രോസ് അപ്പോസ്തലന് അബദ്ധം പറ്റിയതാണെന്നാണ് വിചാരിക്കാം. ഇത് കണ്ടില്ലേ, കൂടുള്ള ബാക്കി 11 പേര്. പത്രോസ് യെരൂശലേമിൽ എത്തിയപ്പോൾ, അതായത് ഈ യോപ്പയിൽ നിന്ന് തിരിച്ചെത്തി യെരൂശലേമിൽ എത്തിയപ്പോൾ പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചു, നീ എന്തിനാണ് ആ കൊർന്നല്യോസിന്റെ വീട്ടിൽ പോയതെന്ന്? ഇവരെയാണോ ഈ ഗ്രേറ്റ് കമ്മീഷൻ ഏൽപ്പിച്ച് സകല ജാതികളെ രക്ഷിക്കാൻ ഏൽപ്പിച്ചേക്കുന്നത്? ഈ കൂട്ടർ അടുത്ത കണ്ടില്ല, 12 പേരുടെ പറയുന്നത് കണ്ടില്ല, നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്നു അവരോടുകൂടെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു. എന്താ ഒരു വലിയ അന്യായം താൻ ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുക പത്രോസിനോട്. ഇവരെല്ലാം കൂടെ ചേർന്നാണോ ജാതികളെ രക്ഷിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചു എന്ന് നിങ്ങൾ പറയുന്നത്? ഇവരോടാണോ ഗ്രേറ്റ് കമ്മീഷൻ കൊടുത്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത്? ബാക്കി 12 പേരുടെ കാര്യമാണ് ഞാൻ ഈ വായിച്ചു കേൾപ്പിക്കുന്നത്. ഇവരോടൊന്നും പറഞ്ഞത് ഇതല്ല. ജാതികളുടെ അടുക്കൽ പോകരുതെന്ന് കർത്താവാ പറഞ്ഞത്. ശമര്യരുടെ പട്ടണത്തിൽ കടക്കരുതെന്ന് കർത്താവാ പറഞ്ഞത്. കാര്യം അവിടെ ജാതികൾ താമസിക്കുന്നിടവാ, അങ്ങോട്ട് പോകരുതെന്ന്. ഇവിടെ ഇവരുടെ എല്ലാവരുടെയും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇതാണ്. പിന്നെ നമുക്ക് ചോദിക്കാം, ഫൊയ്നിക്കയിലും കുപ്രോസിലും അന്ത്യോക്യയിലും ഒക്കെ ഞാൻ ബൈബിളിൽ നോക്കിയപ്പോൾ അവിടെയൊക്കെ കാണുന്ന ഭാഗത്തൊക്കെ യഹൂദന്മാരോട് അല്ലാതെ മറ്റാരോടും അവർ സുവിശേഷം പറഞ്ഞിട്ടില്ല. ഇവരവിടെയൊക്കെ ഓടിപ്പോയിട്ടുണ്ട്. അതൊന്നും സുവിശേഷം പറയിക്കാൻ പോയതല്ല. അത് സ്തേഫാനോസിന്റെ പ്രശ്നം നിമിത്തം, സ്തേഫാനോസ് താണ്ട് ഞാൻ അവിടെ നിന്ന് കാണിക്കാം. 11-ാമത്തെ അധ്യായം 9-ാം വാക്യം. ഇവിടെ കണ്ടില്ലേ, സ്തേഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവാകയാൽ ചിതറിപ്പോയവർ. ഇവര് ചിതറിപ്പോയത് സൗകര്യാർത്ഥം ഇവര് ട്രെയിനൊക്കെ പിടിച്ച് അല്ലെന്നുണ്ടെങ്കിൽ ബസ്സൊക്കെ എടുത്ത് സുവിശേഷം അറിയിക്കാനായിട്ട് പോയതല്ല. നമ്മൾ കോട്ടയത്തെ നമ്മുടെ ഗ്രേറ്റ് ചർച്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ കോട്ടയത്തെ പല സ്ഥലങ്ങളിലും സുവിശേഷം അറിയിക്കാനായിട്ട് ഒരു ദിവസം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ടീം പലരും അങ്ങനെ പോയിട്ട് സുവിശേഷം അറിയിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമല്ല ഇത്. ഇവിടെ സ്തേഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവാകിയാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ല, അത് മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നിക്ക, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോടെ സഞ്ചരിച്ചു. മറ്റുള്ളവരോടൊക്കെ എന്താ സംസാരിക്കാത്ത? അവരുടെ വിളി അല്ലാതെ യഹൂദനോടാണ് സംസാരിക്കുക. അവരുടെ വിളിയും തിരഞ്ഞെടുപ്പും സ്വർഗരാജ്യത്തെ കുറിച്ച് അവരോടാണ് പറയേണ്ടത്. അവർക്ക് അതിനെക്കുറിച്ച് പറഞ്ഞാൽ അറിയത്തുള്ളൂ.
അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ അവർ വിശ്വസ്തരായി സേവ ചെയ്തവരാ. അവർക്കൊന്നും ഒരു കുഴപ്പമുള്ളവരല്ല. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളൊരു തെറ്റായ പിക്ചർ മനസ്സിൽ കൊണ്ടുവരരുത്. 12 അപ്പോസ്തലന്മാര് വേണ്ടുന്ന ശുശ്രൂഷ ചെയ്തില്ല, അവര് കർത്താവിന്റെ വിശ്വസ്തന്മാരല്ല എന്നൊന്നും വിചാരിക്കില്ല. ഞാൻ അവരെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ആദരിക്കുന്നു. പത്രോസ് അപ്പോസ്തലനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പൂർണ്ണ മനസ്സോടെ ആദരിക്കുന്നു. വളരെ സന്തോഷത്തോടെ അറിയാം അവരെ തല കീഴായിട്ട് ക്രൂശിക്കാൻ നിന്നു കൊടുത്തവരാ. ഞങ്ങളുടെ കർത്താവിനെ ക്രൂശിച്ചതുപോലെ പോലും ഞങ്ങളെ ക്രൂശിക്കാൻ ഞങ്ങൾ യോഗ്യതയില്ലാത്തവരെന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും നമ്മളെ കൊന്നുകളയാൻ തല കീഴായിട്ട് ക്രൂശിക്കാൻ വരെ നിന്നു കൊടുത്തവരാ. അവരൊന്നും കുറഞ്ഞവരാണെന്ന് വിശ്വസിക്കല്ല. അവര് അന്ത്യം വരെ രക്തസാക്ഷികളായിട്ട് കർത്താവിന് വേണ്ടി സേവ ചെയ്തവരാ. അവരുടെ വിളിയാണ്, അതാണ് അവരെ ചെയ്തത്. അല്ല നമ്മൾ അവരെ തെറ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ തെറ്റുന്നത്. പത്രോസ് അപ്പോസ്തലനും യോഹന്നാൻ അപ്പോസ്തലനും യാക്കോബ് അപ്പോസ്തലനും എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ രക്തസാക്ഷികളായിട്ട് മരിക്കുവാൻ സമർപ്പിച്ചവരാ. അവരാവോളം ഓടി നടന്ന് അവരറിയിക്കാവുന്നിടത്തെല്ലാം ഈ സത്യസുവിശേഷം അറിയിച്ചിട്ടുള്ളവരാ. എന്നാൽ പൗലോസും ബർന്നബാസും കൃപയുടെ സുവിശേഷവും യേശു ക്രിസ്തുവിനോടുള്ള രക്ഷയും ഈ കാൽവറി ക്രൂശിലൂടെ തുറന്ന രക്ഷാമാർഗവും പ്രസംഗിച്ചു തുടങ്ങിയപ്പോഴാണ് അവരെ ക്രിസ്ത്യാനികളെന്ന് വിളിച്ചു തുടങ്ങിയത്. 11-ാം അധ്യായത്തിലേക്ക് കയറുമ്പോൾ നമ്മൾ അതിനെ കൂടുതലായിട്ട് പഠിക്കും. കർത്താവായ യേശു ക്രിസ്തു ഒരിടത്ത് പറയുന്നുണ്ട്, എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന്. ആ പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് ഈ ലോകത്തിലെ ഒരു മനുഷ്യനെ പോലെ ഒരു ഐഹിക രാജ്യത്തിന്റെ രാജാവായിട്ട് കാണുന്നത് പോലെ മോശയ്ക്ക് ഒരു നമ്മൾ 3 കുടിലുണ്ടാക്കാം, ഒന്ന് യേശു ക്രിസ്തുവിനും, ഒന്ന് ഏലിയാവിനും, ഒന്ന് മോശയ്ക്കും എന്നൊക്കെ പറഞ്ഞതുപോലെ ഈ ലോകത്തിലെ ഒരു രാജാവായിട്ടും ഈ ലോകവുമായിട്ട് യേശു ക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നു എന്ന് കാണുമ്പോഴാണ് കർത്താവ് പറയുന്നത് ഈ ലോകം ഐഹികമല്ല, എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറയുന്നത്. കർത്താവിന്റെ ജൂറിസ്ഡിക്ഷനിൽ ഈ ലോകം മാത്രമല്ല ഉള്ളത്, സകലവും സ്വർഗവും സ്വർഗത്തിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സകല സംഗതികളും, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലതും കർത്താവിന്റെ അധികാരത്തിന് കീഴിലും കർത്താവിന് വേണ്ടിയും അവൻ മുഖാന്തരവും സൃഷ്ടിക്കപ്പെട്ടതാണ്. ഈ ഒരു ലോകവും യെരുശലേമിലെ ഭരണവും മാത്രമല്ല, അവർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുന്ന പോലെ അല്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഈ ലോകം, എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതിനെ നമുക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ താഴോട്ടുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യം, 35-ാമത്തെ വാക്യം, 30 മുതലേ ഞാൻ വായിക്കാം. കൊർന്നല്യോസേ, ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ ധർമ്മം ഓർത്തിരിക്കുന്നു. യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വിളിപ്പിക്കുക. അവൻ കടൽപ്പുറത്ത് തോൽ കൊല്ലനായ ശീമോന്റെ വീട്ടിൽ പാർക്കുന്നു എന്ന് പറഞ്ഞു. ഇത് 3-ാമത്തെ ശീമോനെയാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ. ഇതെല്ലാം യഹൂദന്മാരാ. തോൽ കൊല്ലനാണ്, പക്ഷെ എന്നുണ്ടെങ്കിൽ യഹൂദനാണ്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ അവന്റെ വീട്ടിൽ താമസിക്കുന്നത്. ക്ഷണത്തിൽ ഞാൻ നിന്റെ അടുക്കൽ ആളയച്ചു, നീ വന്നത് ഉപകാരം. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു വലിയ ഗ്രൂപ്പ് അവിടെ കൂടിയിരിക്കുക. ദൈവം എന്ത് ആലോചനയാണ് പത്രോസ് അപ്പോസ്തലനോട് തങ്ങളോട് പറയുന്നത് എന്ന് കേൾക്കുവാനായിട്ട്. ഇത് ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ആരംഭമോ കർത്താവ് ക്രൂശിലൂടെ മരിച്ചതിന്റെ അതിലെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുമെന്ന് പ്രസംഗിക്കുന്ന ഒരു ഗ്രൂപ്പോ ഒന്നുമല്ല ഇവിടെ കൂടിയിരിക്കുന്നത്. നിങ്ങൾക്ക് അടുത്ത വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത് ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും. മനസ്സിലായോ? ഇവിടെ പത്രോസ് അപ്പോസ്തലൻ അവിടെ പ്രസംഗിച്ചു തുടങ്ങുക. 35-ാമത്തെ വാക്യം, ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായിട്ട് ഗ്രഹിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് കറക്റ്റാ. അതാണ് അവർ ഗ്രഹിക്കുന്നതും അതാണ് അവിടെ പ്രസംഗിക്കേണ്ടത്. കാര്യം അവരുടെ വിശ്വാസം അതാ. യഹോവയെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു. ഇതാണ് അവരുടെ വിശ്വാസം. ഫെയ്ത്ത് പ്ലസ് വർക്ക്. അവരുടെ വിശ്വാസം പ്രവർത്തിയാൽ വെളിപ്പെടണം. വിശ്വാസം ഉണ്ടെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു. എന്നാൽ ഇതല്ല കൃപയുടെ സുവിശേഷം. ഈ നീതി പ്രവൃത്തിയിൽ രക്ഷിക്കപ്പെട്ടവരല്ല നമ്മൾ. പൗലോസ് അപ്പോസ്തലൻ കൂടെ നമ്മളെ അറിയിച്ചിരിക്കുന്ന സുവിശേഷം ഈ സുവിശേഷമല്ല. ഇവിടെ പ്രസംഗിക്കുന്നതല്ല തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം പോൾ പറയാണ് നമ്മൾ എങ്ങനെയാ രക്ഷിക്കപ്പെട്ടത്. ഇത് കണ്ടില്ലേ, തീത്തോസ് 3:4-5. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ
അതായത് നാം രക്ഷിക്കപ്പെട്ടത്, നാം എങ്ങനെ രക്ഷിക്കപ്പെട്ടു എന്നുള്ള നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയ, കർത്താവിന്റെ കരുണ, മനുഷ്യപ്രീതി, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ അത് ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവർത്തികളാൽ അല്ല, തന്റെ കരുണ പ്രകാരം അത്ര രക്ഷിച്ചത്. നമ്മുടെ ഓരോരുത്തരുടെ നീതി പ്രവർത്തികളാൽ രക്ഷിക്കപ്പെടുന്ന ഒരു കാലമല്ല നമ്മുടെ വിളി എന്ന് പറയുന്നത്. ഇതല്ല ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ രക്ഷാ പദ്ധതി. അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവർത്തികളാലല്ല, തന്റെ കരുണ പ്രകാരം അത്ര രക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ തൊട്ടു മുമ്പ് നമ്മൾ വായിച്ചത് പത്രോസ് അപ്പോസ്തലന്റെ പ്രസംഗമാണ്. അവിടെ പറയുകയാണ്, അവനെ ഭയപ്പെട്ട നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു. ഇത് രണ്ടും രണ്ട് പദ്ധതിയാണ്. ഒന്ന് യഹൂദന്റെ രക്ഷാ പദ്ധതിയും മറ്റേ ക്രിസ്തീയ രക്ഷാ പദ്ധതിയുമാണ്. കംപ്ലീറ്റ് ഡയറക്റ്റ് കോൺട്രാഡിക്ഷനാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-9 പറയുന്നുണ്ട്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. നിങ്ങളുടെ നീതി പ്രവർത്തികൾ കൊണ്ടോ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടോ അല്ല നിങ്ങളുടെ രക്ഷ വന്നിരിക്കുന്നത്. അടുത്ത വാക്യം അവിടെ ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്തു, ഞാൻ ഇന്ന നീതി പ്രവൃത്തി ചെയ്തത് കൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയാതിരിക്കാൻ ഒരുത്തരുടെയും ഒരു പ്രവൃത്തിയും അതിന് കാരണമല്ല. കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, അത് ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ഫോർ ബൈ ഗ്രേസ് ആർ യു സേവ്ഡ് ത്രൂ ഫെയ്ത്ത് ആൻഡ് ദാറ്റ് നോട്ട് ഓഫ് യുവർ സെൽഫ്, ഇറ്റ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ഇതാ ക്രിസ്ത്യാനിയും യഹൂദനും തമ്മിലുള്ള സുവിശേഷത്തിലെ വ്യത്യാസം. അപ്പോസ്തല പ്രവർത്തികൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ 13-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇത് പ്രസംഗിക്കുന്നുണ്ട്. പൗൽ പ്രസംഗിക്കുക 10-ാം അധ്യായത്തിൽ കൊർന്നലിയോസിന്റെ വീട്ടിൽ പ്രസംഗിച്ച പ്രസംഗവും 13-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ അന്ത്യോക്യയിൽ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗവുമാണ്. ഇവിടെ പറയുന്നത് കണ്ടില്ലയോ, മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. ഡയറക്റ്റ് കോൺട്രാഡിക്ഷൻ ആയി പറയുന്നത്. നിങ്ങൾ നീതി പ്രവർത്തികളാൽ രക്ഷിക്കപ്പെടുന്ന ഒരു പദ്ധതിയല്ല കൊർന്നലിയോസിന്റെ വീട്ടിൽ പോയി പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുന്ന യഹൂദിയ വിശ്വാസമാണ്, കിങ്ഡം ഗോസ്പലാണ്. അവിടെ വിശ്വസിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് രക്ഷ. ഇവിടെ നിങ്ങൾ എന്ത് നീതി പ്രവർത്തിച്ചു എന്ന് നോക്കി രക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലല്ല ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു അത് ഒരിക്കലായി ചെയ്തിരിക്കുക. നമ്മുടെ റൈച്ചസ്നെസ്, നീതീകരണം എന്ന് പറഞ്ഞാൽ ഇമ്പ്യൂട്ടഡ് റൈച്ചസ്നെസ് ആണ്. അത് നമുക്ക് നീതിയായി കണക്കിട്ടിരിക്കുക. അതിലെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുക. അതാണ് ക്രിസ്ത്യാനിയുടെ വിളി എന്ന് പറയുന്നത്. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് കറക്റ്റാണ്, അത് യഹൂദന് കറക്റ്റാണ്. അതാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അദ്ദേഹത്തെ ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ യഥാർത്ഥമായിട്ട് ഗ്രഹിക്കുന്നു. ഇത് കൊർന്നലിയോസിന്റെ വീട്ടിൽ ചെന്നിട്ട് പ്രസംഗിക്കണമെന്നുണ്ടെങ്കിൽ ഇത് വേറെ യഹൂദന്മാരുടെ അടുക്കൽ, വേറെ ജാതികളുടെ അടുക്കൽ പ്രസംഗിച്ചിട്ടുണ്ടെന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. വേറെ ആരെങ്കിലും ജാതികളുടെ ഇടയിൽ കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ പത്രോസ് അപ്പോസ്തലൻ പോയി പ്രസംഗിച്ചിട്ടുണ്ടോ? ഇല്ല. കാര്യം ഇപ്പോഴാണ് ഇത് തന്നെ പോൾ ഗ്രഹിക്കുന്നത്, ജാതികൾക്കും ഇത് ആപ്ലിക്കബിൾ ആണെന്നുള്ളത്. ഞാൻ അംഗീകരിക്കുന്നു, ഏത് ജാതിയിലും. ഇത് യഹൂദനുണ്ടെന്നുള്ളത് പത്രോസിന് അറിയാമായിരുന്നു. പക്ഷെ മറ്റു ജാതിക്കാരനും ഇത് തന്നെയാണ് നിയമം എന്നുള്ളത് പത്രോസ് അപ്പോസ്തലൻ ഇപ്പോഴാഗ്രഹിക്കുന്നത്. ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്ന് ഞാൻ ഇപ്പോൾ യഥാർത്ഥമായിട്ട് ഗ്രഹിക്കുന്നു. ഇതിലെ ആ ഒരു വ്യത്യാസങ്ങൾ, നിങ്ങൾ ഈ വൈകിട്ട് അത്താഴം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ബൈബിൾ വായനയുണ്ട്. ആ വായനയിൽ വായിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും മനസ്സിലാകത്തില്ല. നമുക്ക് ആരെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും, നമ്മൾ കുരിശു വരയ്ക്കും, കിടന്നുറങ്ങും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാകത്തില്ല. ഒരു ആൽമരം പോലെ, വലിയ വടവൃക്ഷം പോലെ തെറ്റുകൾ വളർന്നു 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 വലുതായിരിക്കുക. അതുകൊണ്ട് ഇത് നമ്മൾ പ്രസംഗിക്കുന്ന വിഷയം ക്രിസ്ത്യാനിറ്റി, കർത്താവിന്റെ ക്രൂശിലൂടെയുള്ള രക്ഷാമാർഗം എന്താണെന്ന് ജനത്തിന് മനസ്സിലാക്കുവാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ജനത്തിന് പറയുമ്പോൾ അതുകൊണ്ട് ഉൾക്കൊള്ളുവാൻ പറ്റാത്തതിന്റെ കാരണം അതാണ്. ഇവിടെ 35-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 10-ാമത്തെ അധ്യായം 35-ാം വാക്യം. അവിടെ പറയുകയാണ്, ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. ആ വിവരവും ഇപ്പോഴാണ് മനസ്സിലായത്. അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം.
യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന്റെ ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദിയയിലൊക്കെയും ഉണ്ടായ വർത്തമാനം. യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുക. നസറനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെ സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. യേശു ക്രിസ്തുവിനെ പറഞ്ഞ് പരിചയപ്പെടുത്തുക. ജാതീയന കാര്യമായിട്ട് കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുക. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കണം. അതിന് കർത്താവ് ആരാണെന്ന് ആദ്യം പറഞ്ഞു കൊടുക്കണം. ആ ഭാഗം പറഞ്ഞ് അവരെ മനസ്സിലാക്കുക. അതിനുശേഷം യഹൂദിയ ദേശത്തിലും യെരുശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികളാകുന്നു. അവനെ അവർ മരത്തിൽ തൂക്കിക്കൊന്നു. ഇതെല്ലാം അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുക. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആരാണ് യേശു ക്രിസ്തു എന്ന് വിവരിക്കുക. സകല ജനത്തിനുമല്ല, ദൈവം മുമ്പ് കൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്നു കുടിച്ചവരായി ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. മരിച്ചു എന്ന് മാത്രമല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഞാൻ അതിന് സാക്ഷിയാ. അവന്റെ കൂടെ തിന്നു കുടിച്ച് അവന്റെ കൂടെ നടന്നിരുന്ന ഞാൻ അതിന് സാക്ഷിയാ. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. അവനോടുകൂടെ തിന്നു കുടിച്ചവരായി ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. ആരെക്കുറിച്ചാണ് താങ്കൾ ഈ പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടിയാണ് അവർക്കുള്ളത്. ഞങ്ങൾ കണ്ടത്, ഞങ്ങളുടെ കണ്ണ് കണ്ടത്, ഞങ്ങൾ തൊട്ടതും ഞങ്ങൾ കൂടെ നടന്നതുമായ ആ ദൈവം, നമ്മുടെ പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തം, ആ കർത്താവ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, അവൻ പ്രത്യക്ഷനായി, അവനെ ഞങ്ങൾ കണ്ടിരിക്കുന്നു, അവൻ ഞങ്ങളോട് കൂടെ നടന്നിരിക്കുന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ചു സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അവൻ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഗ്രേറ്റ് കമ്മീഷന. ഉലകമെല്ലാം പോയി എല്ലാവരോടും ഇത് പ്രസംഗിക്കുക. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഞാൻ അതിൽ മുമ്പ് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. പത്രോസ് അപ്പോസ്തലന്റെ പ്രസംഗവും പൗലോസ് അപ്പോസ്തലന്റെ വിഷയവും തമ്മിൽ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? പത്രോസ് അപ്പോസ്തലൻ ഇവിടെ എന്തെങ്കിലും തെറ്റ് പറയുന്നുണ്ടോ? ഒരു തെറ്റും പറയുന്നില്ല. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമാ പ്രസംഗിക്കുന്നത്. പക്ഷെ വിഷയം വേറെയാ. കിങ്ഡം ഗോസ്പലാ പ്രസംഗിക്കുന്നത്. കാൽവറി ക്രൂശിലൂടെ തുറന്ന രക്ഷാമാർഗമല്ല ഈ പ്രസംഗിക്കുന്നത്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം. മനസ്സിലായി? നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും മാനസാന്തരപ്പെട്ട യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ദൈവം നിങ്ങളുടെ മേൽ പ്രസാദിച്ചു എന്നുള്ളതിന്റെ കൺഫർമേഷൻ അത് എന്ന് പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരിക. ഇവിടെ ആക്ച്വലി ഓർഡർ അനുസരിച്ച് ഇവരെ സ്നാനപ്പെടുത്തണമായിരുന്നു. സ്നാനപ്പെട്ടവരുടെ മേലാണ് പരിശുദ്ധാത്മാവ് വരേണ്ടത്. പക്ഷെ ഇതൊരു വേറൊരു ക്രൗഡാ. ഇത് ജാതികളുടെ ഒരു ക്രൗഡാ. ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ വന്നതിന് ശേഷം അവരെ സ്നാനപ്പെടുത്തുക. കാര്യങ്ങൾക്ക് ഒരു ചെറിയ മാറ്റം ഇവിടെ സംഭവിക്കുക. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കഴിയുമ്പോൾ ഒരു 3-4 അധ്യായം കൂടെ കഴിയുമ്പോൾ ജാതികൾ ആയിരക്കണക്കിന് ജാതികൾ രക്ഷപ്പെടുന്ന ഒരു സ്ഥലത്ത് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. ആ കോൺഫ്ലിക്റ്റിനെ പരിഹരിക്കാനായിട്ട് പൗലോസും ബർന്നബാസും കൂടെ ഇവിടെ വരും. ഇവരുടെ അടുക്ക വരുമ്പോൾ ഇവർക്ക് ഈ ജാതികളുടെ രക്ഷയെക്കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാസീവ് കൺവേർഷനെ കുറിച്ചോ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകുന്നതിനെ കുറിച്ചോ ഒന്നും അറിവില്ലാത്തവരായിരിക്കല്ല. അതിനുവേണ്ടി ദൈവം അവരെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്ന ഒരു പാഠമായി കൊർന്നലിയോസിന്റെ ഭവനത്തിലെ അനുഭവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. അവരന്തം വിട്ടുപോയി, അവരമ്പരന്നുപോയി. എങ്ങനെ നമുക്ക് ലഭിക്കേണ്ടുന്ന ഈ വലിയ അനുഗ്രഹം ജാതികൾക്കും ലഭിച്ചിരിക്കുന്നുവെന്ന്. ഇതാ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്. ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവത്തെ വിശ്വസിച്ച് നീതി പ്രവർത്തിക്കുന്ന ഏവനെ അവൻ ആദരിക്കുന്നു. അതുകൊണ്ട് അവരെ ദൈവം സ്വന്തം ജനമായിട്ട് സ്വീകരിക്കുവാൻ, ദൈവത്തിന് മക്കളായി കരുതുവാൻ പ്രസാദം തോന്നിയിരിക്കുന്നു. പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകരുന്നത് കണ്ടു വിസ്മയിച്ചു. ഇവർക്ക് ഈ ഉറപ്പുണ്ടാകണം. സ്പെസിഫിക്കലി പത്രോസ് അപ്പോസ്തലൻ ഉണ്ടാകണം. കാര്യം പത്രോസ് അപ്പോസ്തലനാണ് ഇവരുടെ ഗ്രൂപ്പിനെ ആക്ച്വലി ലീഡ് ചെയ്യുന്നതെന്ന് പറയാം.
ഇത് കഴിയുമ്പോഴത്തേന് യാക്കോബ് അപ്പോസ്തലൻ വരും. ആ ലീഡർക്ക് ഈ വിഷയത്തിൽ ഒരു കൺവിൻസിങ് ഉണ്ടായിരിക്കണം. മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം വരാൻ പോവുക ഇനി ചില നാളുകളിലൂടെ കഴിയുമ്പോൾ. അന്ന് എഴുന്നേറ്റ് നിന്ന് പറയണം, യെസ്, ഇത് ദൈവത്തിന്റെ നിശ്ചയമാണ്. ദാവീദിന്റെ ഇടിഞ്ഞു പോയ കൂടാരങ്ങളെ പണിയുമെന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ഈ കാലഘട്ടത്തിൽ ജാതികളുടെ ഇടയിൽ ദൈവം പ്രവർത്തിക്കും. അത് എന്റെ കണ്ണാൽ ഞാൻ കണ്ടു, എന്റെ കൈയാൽ അവിടെ അതിശയങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കണം. ഇത് നമ്മൾ വരുന്ന അധ്യായങ്ങളിൽ കാണും മുന്നോട്ട് പോകുമ്പോൾ. അതിന് ദൈവം കൊടുത്ത ഒരു ഇൻസ്റ്റൻസ് ആണ് ഈ കൊർന്നല്യോസിന്റെ വീട്ടിലെ ഈ ഒരു വലിയ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ ഒരു വലിയ പ്രവർത്തികൾ. പത്രോസിനോട് കൂടെ വന്ന പരിശോധനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകരുന്നത് കണ്ടു വിസ്മയിച്ചു. നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുന്നുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. ഇവരെ സ്നാനപ്പെടുത്തണ്ടേ? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വരെ ലഭിച്ചു. കർത്താവ് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നതാണ്, വിശ്വസിക്കുന്ന ഏവനും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഇവർ ഓൾറെഡി രക്ഷപ്പെട്ടു കഴിഞ്ഞു. ഇനി ഇവരെ സ്നാനപ്പെടുത്തുന്നതിൽ എന്താണ് തടസ്സം? ആരാണ് വിലക്കുന്നത്? സ്നാനപ്പെടുത്തിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും പത്രോസ് അവരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ കൽപ്പിച്ചു. അവൻ ചില ദിവസം അവിടെ താമസിക്കണം എന്ന് അവർ അപേക്ഷിച്ചു. അങ്ങനെ ആ അധ്യായം തീരുകയാണ്. പത്രോസ് അവരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ കൽപ്പിച്ചു. അവരെല്ലാവരും സ്നാനം കഴിപ്പിക്കുവാനായിട്ടും അവരെല്ലാവരും സ്നാനപ്പെടുവാനായിട്ടും ഇടയായി. അവൻ ചില ദിവസം അവിടെ താമസിക്കണമെന്ന് അപേക്ഷിച്ചു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിക്കേ, ഇവിടെ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇതിൽ ഒരു തെറ്റുമില്ല. പത്രോസ് അപ്പോസ്തലൻ ചെയ്യുന്ന വളരെ കറക്റ്റ് ആണ് കാര്യം. കിങ്ഡം ഗോസ്പൽ അവിടെ പ്രസംഗിക്കുന്നത്. കിങ്ഡം ഗോസ്പലിൽ യേശു ക്രിസ്തു അലംഘനീയമായ കൽപ്പനയായി മരിച്ചു ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുൻപായിട്ട് അവരോട് പറഞ്ഞ അവിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക. അതിന്റെ ഒരു നിവർത്തീകരണമായി ഇവിടെ നടക്കുന്നത്. പത്രോസ് അപ്പോസ്തലൻ അപ്പോസ്തല പ്രവൃത്തികൾ 2 പ്രസംഗിച്ച പ്രസംഗം, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുക. അതാ ഇവിടെ നടക്കുന്നത്. ദിസ് ഈസ് നോട്ട് ക്രിസ്ത്യാനിറ്റി എന്ന് മനസ്സിലാക്കണം. കൊർന്നല്യോസിന്റെ വീട്ടിലുള്ള ആൾക്കാരെല്ലാം കൂടെ രക്ഷിക്കപ്പെട്ടിട്ട് ക്രിസ്ത്യാനിയായിട്ട് മാറുകയല്ല, അവർ യഹൂദ മതാനുസാരിയായി മാറുക. ദേ ആർ ബിക്കമിങ് എ ജൂയിഷ് പ്രോസലൈറ്റ്സ്. അവരുടെ ആഗ്രഹം, ആശയം എന്ന് പറയുന്നത് സ്വർഗരാജ്യമാണ്. അവർ കാത്തിരിക്കുന്ന കർത്താവ് രാജാതി രാജാവായിട്ട് രണ്ടാമത് വന്ന് ഈ ലോകം സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ്. അവരടുത്തത് പോകാൻ പോകുന്ന യെരുശലേം ദേവാലയത്തിലേക്കാണ്. അവരോട് ചേർന്ന് ഈ സുവിശേഷത്തിലേക്കാണ് അവർ പോകാൻ പോകുന്നത്. ഈ ഒരു വ്യത്യാസം, ഇതിനെയാണ് റൈറ്റ്ലി ഡിവൈഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്ന് വരെ മനസ്സിലാകുന്നില്ലയോ? ക്രിസ്ത്യാനിയും യഹൂദനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകത്തില്ല. സ്റ്റഡി ടു ഷോ thyself approved unto God, a workman that needeth not to be ashamed, rightly dividing the word of truth. 2 തിമോത്തി 2:15. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി കർത്താവിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. അത് തന്നെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. 10-ാമത്തെ അധ്യായത്തിന്റെ പഠനം ഇവിടെ തീരുകയാണ്. നമ്മൾ അടുത്ത ആഴ്ചയിൽ 11-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. നമുക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് വീഴുന്നതിനെ കുറിച്ചും പൗലോസ് അപ്പോസ്തലന്റെയും ബർന്നബാസിന്റെയും ഒക്കെ ശുശ്രൂഷയെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുവാനും പഠിക്കുവാനും അടുത്ത അധ്യായങ്ങളിൽ കടക്കുവാൻ പോവുകയാണ്. അനേകരെ ഈ പഠനത്തിലേക്ക് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്താട്ട് സത്യവചനത്തെ കൂടുതൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനും ദൈവത്തിലൂടെ നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്നു. ഗ്രേസ്.